and welcome to Super Prime Time Live Show 3 in 1. Powered by Time Express Cargo and Talrop. Gift sponsored by Crocodile Park, Greenolies Beauty Salon, Calicut Junction and the special gift hamper from Ujala. യെസ്. അപ്പോൾ നമ്മൾ ഇന്നലെ തൊട്ട് പറഞ്ഞിരുന്നു കാലിക്കറ്റ് ജംഗ്ഷന്റെ 50 ദിറംസിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളെ വിളിച്ച് വിന്നർ ആവുന്നവരിൽ നിന്ന് സെലക്ട് ആവുന്ന ഒരാൾക്കായിരിക്കും ആ 50 ദിറംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ കൊടുക്കുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ എന്താ പറയുക, നമ്മുടെ വിന്നേഴ്സ് ഫോർ എക്സാമ്പിൾ ഇഫ് ദർ ഇസ് മോർ ദാൻ വൺ വിന്നർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ നിന്ന് തന്നെ ഒരു ഭാഗ്യശാലിക്ക് ഒരു കപ്പിൾ ടിക്കറ്റ്, അതായത് അഡൽട്ട് കപ്പിൾ ടിക്കറ്റ്സ് കൊടുക്കുന്നതായിരിക്കും ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ. അപ്പോൾ വളരെ സന്തോഷമായിട്ടുള്ള ഒരു ദിവസമാണ്. വെനസ്ഡേ എത്തി. നീ ശരിക്കും പറയുകയാണെങ്കിൽ പകുതി, ഒരു വർഷത്തിന്റെ പകുതിയായി. എല്ലാം അറിഞ്ഞായിരുന്നോ? ഒരു വർഷത്തിന്റെ പകുതിയായി. ഇനി ഈ വീക്കിന്റെ പകുതിയിൽ ഇനി ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് വീക്കെൻഡ് ഹോളിഡേ വരുന്നുണ്ട്. എന്തൊക്കെയാണോ നിങ്ങളുടെ പ്ലാൻ? വെതറൊക്കെ വലിയ കുഴപ്പമില്ല, എന്തെങ്കിലും ഒക്കെ പോയി ചെയ്യാൻ പറ്റും? ഇല്ല, ഭയങ്കര മോശമാണ്. ഞാൻ ഇന്ന് കുറച്ചു നേരം ഒന്ന് പുറത്തുണ്ടായിരുന്നു. ഇറ്റ്സ് ലൈക്ക് നമ്മള് ഭയങ്കരമായിട്ട് നമ്മൾ സൂര്യന്റെ അടുത്ത് പോയിരിക്കുന്ന ഒരു അവസ്ഥയായിരുന്നു. ഇന്ന് ആക്ച്വലി കുറെ നല്ല കാര്യങ്ങൾ പറയേണ്ട ഒരു ദിവസം കൂടെയാണ്. പ്രത്യേകിച്ച് നമ്മുടെ UBL-ഉം അതുപോലെ തന്നെ ഹിറ്റ് FM-ഉം ചേർന്ന് നടത്തുന്ന ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ നിതം കൺസൾട്ടൻസി നമുക്കായി ഒരുക്കുന്ന ആ ഒരു ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ സെലക്ഷൻ നടന്നിരിക്കുകയാണ്. ഫസ്റ്റ് മന്ത് സെലക്ഷൻ. ആ സെലക്ഷനിൽ കണ്ടസ്റ്റൻസ്, വിന്നർ ആയിട്ടുള്ള കണ്ടസ്റ്റൻസിനെയാണ് നമ്മളിപ്പോ സ്ക്രീനിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. സിമി, അത് ആരൊക്കെയായിരുന്നു? ഓക്കെ, അക്ബർ ഷാ, ശാലിനി, നൈഗ, ഫർഹാൻ, ഡെലീറ്റ. അപ്പൊ സോ കൺഗ്രാറ്റുലേഷൻസ്. നമ്മളുടെ എല്ലാവരുടെയും ഹൃദയം നിറഞ്ഞ കൺഗ്രാറ്റുലേഷൻസ്, അനാശംസകൾ പറയുകയാണ്. ഇവരാണ് ആ ഭാഗ്യമുള്ള ആദ്യത്തെ 5 പേർ കേട്ടോ. എല്ലാ മാസവും ഈ ഒരു പരിപാടി നടക്കുന്നത് കൊണ്ട് നിങ്ങളുടെ എൻട്രീസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് അയച്ചു കൊടുത്തുകൊണ്ടിരിക്കാം. അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഇവര് നമ്മുടെ പിന്നണി ഗായകൻ അഫ്സലിന്റെ കൂടെയാണ് പെർഫോം ചെയ്യാൻ പോകുന്നത്. അത് ഈ വരുന്ന 15th ലാവൻഡർ ഹോട്ടലിൽ വെച്ചിട്ടായിരിക്കും നടക്കാൻ പോകുന്നത്. ആ ഒരു മെഗാ ഇവന്റിൽ ഇവര് പങ്കെടുക്കാൻ പോവുകയാണ്. സോ ദീസ് ആർ ദ വിന്നേഴ്സ് ആൻഡ് കൺഗ്രാറ്റുലേഷൻസ് ടു ദ വിന്നേഴ്സ്. അതെ. അപ്പോൾ ഇന്നൊരു വളരെ ഫണ്ണി ന്യൂസും കൂടെ ഞാൻ രാവിലെ കേട്ടെ. അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്ലാസ്റ്റിക് സർജറി എന്ന് പറയുന്നത്, ഞാൻ വർക്ക് ചെയ്യുന്നത് ജുമേറയിലാണ്. അപ്പൊ ജുമേറ രാവിലെ പോകുന്ന വഴിക്ക് മൊത്തം 2 സൈഡിൽ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടം പോലെ കോസ്മെറ്റിക് സർജറീസിന്റെ ഒരു ഏരിയ ആണ്. അപ്പോൾ അവിടെ മിക്ക ആൾക്കാരുടെ ഫേസിൽ ഇപ്പൊ ഭയങ്കര മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. നോസ് ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ ആക്ടേഴ്സിനൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇറ്റ്സ് വെരി കോമൺ നൗ. ഇപ്പം പക്ഷെ എയർപോർട്ടിലൊക്കെ ചെല്ലുമ്പോഴുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാസ്പോർട്ടിലെ ഫോട്ടോയും അല്ലെങ്കിൽ നമ്മളെയും കൂടെ കാണുമ്പോൾ മേക്കപ്പ് ഇട്ട് തന്നെ നമ്മൾ ആകെ കൂടി അതിന്റെ കൂടെ ഈ പ്ലാസ്റ്റിക് സർജറി ഒക്കെ ചെയ്ത് മൂക്കിന്റെ ഒക്കെ ഷേപ്പ് മാറ്റി, ചുണ്ടിന്റെ ഒക്കെ ഷേപ്പ് മാറ്റി, ജോ ലൈൻസ് കറക്റ്റ് ചെയ്യാം. സോ ലോട്ട് ഓഫ് തിങ്സ്. ഒരുപാട് ഇപ്പൊ ലിപ്സ് ആയാലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും നമുക്കതൊരു കറക്ഷൻ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പൊ അവർ പറഞ്ഞിട്ടുണ്ട് പുതിയ നിങ്ങളുടെ പിക്ചേഴ്സ് അപ്ലോഡ് ചെയ്യണം, എന്നാലേ ഞങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റും. അതൊരു ഫണ്ണി ന്യൂസ് പറഞ്ഞതേ ഉള്ളൂ. അതുപോലെ തന്നെ ഭക്ഷണപ്രിയർ, ഞാനത് പറയാൻ വരുമായിരുന്നു. നമ്മൾ തമ്മിൽ ആ കോമ്പോ പറഞ്ഞ ശരിയാവില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം ഒരുപാട് ഡിസ്കസ് ചെയ്തല്ലേ ആ ഒരു ഭക്ഷണത്തെ പറ്റിയിട്ട് പറഞ്ഞ് നമ്മൾ അവസാനം ഭയങ്കര ഇതായിപ്പോയി. പക്ഷെ ഇന്നിപ്പോ പറയാതെ വയ്യ, നമ്മൾ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നുണ്ട് കാലിക്കറ്റ് ജംഗ്ഷനിൽ. ഈ വരുന്ന ഫ്രൈഡേ സാറ്റർഡേ ആണ് ആ ഒരു അടിപൊളി ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നത്. അതും എല്ലാ ബിരിയാണിക്കും 9.50 ആയിരിക്കും പ്രൈസ്. അതായത് 9 dirhams 50 fils ആയിരിക്കും പ്രൈസ്. എന്ത് ബിരിയാണി ആയാലും നിങ്ങൾക്ക് അവിടെ നിന്ന് ചൂസ് ചെയ്യാം. ചിക്കൻ, ബീഫ്, മട്ടൻ, അത് നിങ്ങളുടെ ഇഷ്ടമുള്ളത് പറയാം. ഫേമസ് ആയിട്ടുള്ള അവിടെ എന്താ അറിയോ, കല്യാണ ബിരിയാണിയാണ്. 9.50 നാട്ടിലിപ്പോ കല്യാണം ഒന്നും കൂടാൻ പറ്റാത്ത ആൾക്കാരാണല്ലോ നമ്മള്. അതായത് നമ്മൾ ഇവിടെ ആണല്ലോ. അപ്പത്തേക്കും ആ ഒരു കല്യാണത്തിനൊക്കെ കൂടുന്ന ഈ നമുക്ക് അവധിയുമാണ്. തകർപ്പൻ ബിരിയാണിയാണ് കേട്ടോ കാലിക്കറ്റ് ജംഗ്ഷനിൽ. അതല്ല ഞാൻ പറയുമായിരുന്നു, നമുക്ക് ഇപ്പൊ അവധിയും കൂടെ വരുവാണല്ലോ. അതെ. അപ്പൊ ശരിക്കും ബിരിയാണി കഴിച്ച് നല്ല സുഖമായിട്ട് മതി. അടിപൊളിയാണ്. അപ്പൊ ഫ്രൈഡേ ഇപ്പൊ ലഞ്ചിനായാലും ഡിന്നറിനായാലും ബിരിയാണി അവൈലബിൾ ആണ്. സാറ്റർഡേയും അതുപോലെ തന്നെ ലഞ്ചും ഡിന്നറും ഈ ഒരു ബിരിയാണി ഫെസ്റ്റ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പൊ എന്തായാലും എല്ലാവരും കാലിക്കറ്റ് ജംഗ്ഷനിൽ ഈ ഒരു ബിരിയാണി ഫെസ്റ്റിൽ എന്തായാലും പോയി ട്രൈ ചെയ്യണം. തീർച്ചയായിട്ടും. ബിരിയാണി എന്ന് പറയുന്നത് ഇപ്പൊ പൊറോട്ടയും ബീഫും എന്നൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മുടെ ഒരു ബിരിയാണി ഒരു വികാരമാണ് കേട്ടോ. ശരിക്കും എനിക്ക് മട്ടൻ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. വാട്ട് ഈസ് യുവർ ഫേവറേറ്റ്? മൈനസ് ചിക്കൻ ആണ്. ഐ ലവ്. ഞാൻ മട്ടൺ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ചിക്കൻ ബിരിയാണി എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ഇതിലെന്താ അറിയാം, സ്പെഷ്യലി ചിക്കൻ 65 ബിരിയാണിയാണ് ഇഷ്ടം. ഓക്കെ, നോർമൽ ഇതല്ല. കോളർ ഉണ്ടെന്ന് ചോദിക്കാം ഏത് ബിരിയാണി ഇഷ്ടം. ഹലോ ഹലോ ഹലോ, എന്നാ ഉണ്ട്?
സുഖം. ആണോ? നമ്മുടെ മാലിക് ആണ് നമ്മുടെ ഫസ്റ്റ് കോളർ. കേട്ടായിരുന്നോ മെലഡി ഡ്രീംസ് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ നിതം പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ വിന്നേഴ്സിന്റെ പേരൊക്കെ കണ്ടായിരുന്നോ? കണ്ടു. ഈ ഒരു ഫസ്റ്റ് മന്തിലെ വിന്നേഴ്സ് ഒക്കെയാണ് ഇവര്. അവരുടെയൊക്കെ പാട്ടാണ് നമ്മൾ ഇനി UBL-ലൂടെ കാണാൻ പോകുന്നത്. Okay. മാലിക്കിന് ഇതുപോലെ പാടണ്ടേ? ഇല്ല, അതുപോലെ തന്നെ ബിരിയാണിയിലെ ഏറ്റവും ഇഷ്ടമുള്ള ബിരിയാണി ഏതാ? ബിരിയാണി മട്ടൺ ആൻഡ് ബീഫ്. മട്ടൺ ആൻഡ് ബീഫ്. ഓ കൊള്ളാം. ഓക്കെ, അപ്പൊ നമ്മുടെ അതും ശരിക്കും നമ്മൾ ഇങ്ങോട്ട് അവധിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറന്റില് കിസൈസിലെ കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറന്റിൽ ബിരിയാണി ഫെസ്റ്റ് നടക്കുന്നുണ്ട്. 14th ജൂൺ, അതുപോലെ തന്നെ 15th ജൂണിൽ നടക്കുന്നുണ്ട്. വെറും 9.5 അല്ലെ 9.5 9.50 ദിറംസ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് ബിരിയാണി പോയിട്ട് വയറ് നിറച്ച് കഴിക്കാന്ന് ഞങ്ങൾ പറയായിരുന്നു. മാലിക്ക് വരുന്നില്ലേ? മാലിക്ക് എന്തായാലും തന്നെ ഉള്ളു അല്ലേ? പക്ഷെ വരുന്ന എനിക്ക് തീരുമാനമൊന്നും ആയിട്ടില്ല. തീരുമാനിക്കുക, നമുക്ക് എന്തായാലും അവിടെ കൂടാം. ഞങ്ങൾ എന്തായാലും ഉണ്ടാവും അവിടെ. സിമിയാണെങ്കിൽ ഇന്നേ പോവാൻ റെഡി ആയി കഴിഞ്ഞു. കുറച്ചു മുമ്പ് പറയണ്ടായിരുന്നു ഇന്നൊന്നും ഇല്ലേ കാലിക്കറ്റ് ജംഗ്ഷനിലെന്ന്. എന്നെ എന്തൊരു സ്നേഹമാണെന്ന് എന്തോ നോക്ക്. അല്ല, ഞാൻ വരാൻ നോക്കാം. ഞങ്ങള് നല്ല അടിപൊളി ബിരിയാണിയും തരാം. ഓക്കെ, എന്നെ ഇപ്പൊ പറഞ്ഞ ആള് ഞാൻ അവിടെ ചെല്ലുമ്പോ അവിടെ നോക്കുമ്പോ സുചിയെ പോലെ ഒരാളല്ല അവിടെ അതാണ് നാളെ പോകുന്നുണ്ട്. അതാണ് ലേ സുചി. ഇന്ന് പോവാന്ന് വെച്ച് ഇന്ന് അവര് കേട്ടില്ല. കേട്ടില്ല എന്തോ ഇരട്ട സഹോദരി ചെല്ലും. സജിത എവിടെ ഇരിക്കുന്നു. അതാണ്. മാലിക്കേ, പുതിയ സിനിമ തലവൻ കണ്ടോ? ഏത് സിനിമ? തലവൻ. ഞാൻ കണ്ടില്ല. നല്ല അഭിപ്രായമാണ് കേൾക്കുന്നത്. തലവൻ നല്ല, ഞാനും കേൾക്കുന്നുണ്ട്, നല്ലതാന്ന് കേൾക്കുന്നുണ്ട്. ഇത് ടർബോ കണ്ടതല്ലേ? കഴിഞ്ഞ ദിവസം റിവ്യൂ പറഞ്ഞല്ലേ? കണ്ടില്ല. ഞാനിതെല്ലാം റിവ്യൂ കേട്ടു. മന്ദാകിനി വരെ നിക്കാണ് മാലിക്. ഞാൻ മന്ദാകിനി കണ്ടു. കുഴപ്പമില്ല, നമുക്ക് ഇരുന്ന് കുറച്ച് ടൈം പാസ് ചെയ്യാൻ പറ്റുന്ന മോശമൊന്നുമില്ല. അതിലെ ആക്ടർ ഇല്ലേ, അൽത്താഫ് എന്ന് പറഞ്ഞ ആക്ടർ, ഈസ് വെരി റിയലിസ്റ്റിക് ആക്ടർ കേട്ടോ. നമ്മളുടെ ഒരു നായകനുള്ള കോൺസെപ്റ്റിൽ നമ്മൾ അങ്ങനെ പറയാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല, ആ ഒരു ഇതിലല്ലെങ്കിലും, ബട്ട് യു നോ ഇറ്റ്സ് വെരി വെരി എന്താ പറയുന്നത്, നല്ലൊരു പ്രോമിസിങ് ആക്ടർ തന്നെയാണ് പുള്ളി. ഈസ് എ ഫേമസ് ഡയറക്ടർ അല്ലേ? ബട്ട് യു നോ പുള്ളിക്കാരന്റെ ചില ഇന്റർവ്യൂസ് ബൈറ്റ്സ് കണ്ടിട്ടുണ്ടോ? ആളുടെ മൂവീസ് കാണുമ്പോ തന്നെ അറിയാം ആൾ എന്തുമാത്രം അതിനകത്ത് ഇൻവോൾവ് ആണ്. ആളുടെ ഒരു തിങ്കിങ് സ്റ്റൈൽ ഇതൊക്കെ ഒരു സ്റ്റേജില് ചില ഞങ്ങൾ ഈ ആങ്കേഴ്സ് ഒക്കെ ഫേസ് ചെയ്യുന്ന ചില കാര്യങ്ങളാണ്. അപ്പൊ നമ്മളിപ്പോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ആക്ടേഴ്സിനോട് മൈക്ക് കൊടുക്കണം, അവരെ കൊണ്ട് മിണ്ടിക്കണം എന്നൊക്കെയാ കേട്ടോ മാലിക്. എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ അവസ്ഥ പറയുന്നില്ല, വൈറലായിരുന്നു, എന്നെ ആർക്കും മനസ്സിലായില്ല, അതുകൊണ്ട് സിമി രക്ഷപ്പെട്ടു. ഞങ്ങൾക്ക് മാത്രമേ മനസ്സിലായുള്ളൂ, ഇവർക്കെല്ലാം മനസ്സിലായി ആള് ഞാനായിരുന്നു എന്ന്. അപ്പൊ നമ്മളോട് പറയുന്ന ടാസ്ക് നമ്മൾ ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇതുപോലെ അൽത്താഫിന് മൈക്ക് കൊടുക്കുന്നത്, അപ്പം പറയുന്നു മൈക്ക് എനിക്ക് അലർജിയാണ്. എന്ത് പറയും? ഓക്കെ മാലിക്കേ, അപ്പൊ സിനിമാ വിശേഷങ്ങളായി, ബിരിയാണി വിശേഷങ്ങളായി, മെലഡി കാരുടെ പാട്ട് വിശേഷങ്ങളായി. ഇനി ഈദിന്റെ വിശേഷം കൂടി ചോദിക്കട്ടെ, എന്താ പരിപാടി? എന്താണ്, ഞാൻ അബുദാബി തന്നെ 4 days ഹോളിഡേ അല്ലേ? എന്തെങ്കിലും പ്ലാൻ ചെയ്തോ? ഫ്രണ്ട്സിന്റെ അടുത്ത്, കസിൻസിന്റെ അടുത്ത്, എവിടെയെങ്കിലും? ഓഫീസ് ഉണ്ടോ? ഓ കൊള്ളാം. എന്തായിട്ട് വർക്ക് ചെയ്യുന്ന മാലിക്? ഞാന് ഓഫീസിലാണ്. ഏതാ? ഇത്തിഹാദ് എയർവേസില്. ഇത്തിഹാദിലാണോ? ഗുഡ് ഗുഡ് ഗുഡ്. ഓക്കെ, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിനൊക്കെ ഇത് കിട്ടുമോ? ഫ്രീ ആയിട്ട് കിട്ടുമോ? ഇല്ല, ഞാൻ കോൺട്രാക്ട് ഉള്ളതോട്ടെ, എന്നാലും നല്ലൊരു കമ്പനിയിലാണ്, നല്ലൊരു കമ്പനിയാണ്. ഓക്കെ, അപ്പം എന്താണേലും സന്തോഷമായിട്ട് പോകുന്നല്ലേ? ഒരു ദിവസം പോയി വർക്ക് ചെയ്തിട്ട് പിന്നെ ഇതിന്റെ കോംബോ ഓഫ് എന്തെങ്കിലും ഒക്കെ കിട്ടില്ലേ? അതിനെന്തെങ്കിലും കോംബോ ഓഫ് ഒക്കെ കിട്ടില്ലേ പബ്ലിക് ഹോളിഡേ വർക്ക് ചെയ്യുന്നതിനൊക്കെ? ശരിക്കും പറഞ്ഞ പബ്ലിക് ഹോളിഡേസ് ഒക്കെ വർക്ക് ചെയ്യാനും സൺഡേസ് ഒക്കെ വർക്ക് ചെയ്യാനും നല്ല രസമാണ്. എല്ലായിടത്തും കാമൻ ക്വൈറ്റ് ചെയ്തോളൂ, എനിക്കതൊന്നും ഇഷ്ടമല്ല. അല്ല, ഭയങ്കര കാമൻ ക്വൈറ്റ് ആയിരിക്കും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാമൻ ക്വൈറ്റ് ആയിട്ട് സുജിക്ക് എവിടെയെങ്കിലും പോയി ഒരു എന്റെ അവസ്ഥ പറയില്ല എന്താന്ന്. 24/7 എനിക്ക് അറിയത്തില്ല. ഈ ബാലിക്ക് സുജിത എങ്ങനെയാണെന്നറിയാവോ, നമ്മളോട് വർത്താനം പറയുമ്പോഴും ഇടയ്ക്ക് ജോലി ചെയ്യുന്ന കാണാം. ലാപ്ടോപ്പ് ഇടയ്ക്ക് തുറന്നു. ഞാൻ അവൾക്ക് ഇങ്ങനത്തെ ഒക്കെ ജോലി എന്ത് ജോലി ആയിരിക്കും അല്ലേ?
I don't even know. അതെന്താ അറിയോ, ഹെൽത്ത് കെയർ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഡിഫറെന്റ് ആണ്. എപ്പോഴും നമ്മൾ ഇതൊക്കെ തന്നെ. എനിക്കറിയത്തില്ല, എനിക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് ഭരിക്കാനും പഠിപ്പിക്കാനും മാത്രമേ അറിയത്തുള്ളൂ. അതാണ്. മാലിക്, നമുക്കെന്നാ ഇന്ന് ഗെയിമിലേക്ക് പോയാലോ? പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് സ്റ്റോപ്പം പറയാം. Start. നല്ല തകർപ്പനായിട്ട് കറങ്ങുന്നുണ്ടല്ലോ. Stop. ബിരിയാണി ഫെസ്റ്റ് ഒക്കെ ആയതുകൊണ്ടായിരിക്കും. GK നോക്കാം, ആന്റി കൂടെ ഇല്ല എന്നാലും ഇന്നലെയും മാലിക്കിന് ഫുള്ള് GK ആയിരുന്നു. ഓക്കെ നോക്കാം. Okay. നമുക്ക് നോക്കാം എന്താവുന്നു. GK ഫസ്റ്റ് ക്വസ്റ്റ്യൻ GK എന്ന് വരട്ടെ. ചൈനീസ് ഓഹരി വിപണിയുടെ പേരെന്താണ്? മെർവെൽ നിക്കേ 225 SSE കോമ്പസിറ്റ്. Yeah, correct. Option B. നോക്കാം. Nikkei നീ ഒരു ലുക്ക് കണ്ടങ്ങ് പറഞ്ഞല്ലേ? അതെ, കറക്കി കുത്തി അങ്ങ് കറക്കി കൂട്ടിയതാ. കേട്ടപ്പോഴേ മനസ്സിലാവും, തെറ്റിപ്പോയിരുന്നു. കോമ്പസിറ്റ് ഞാൻ 2-3 പ്രാവശ്യം പറഞ്ഞായിരുന്നു. സിമി അതിനെ കറക്റ്റ് ചെയ്യാനൊക്കെ നോക്കിയതാ, എത്തിയില്ല. ഓക്കെ വാലിക്കേ, അപ്പൊ ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി, സാരമില്ല. ഓക്കെ, ആന്റീനെ വിളിക്കുമ്പോ അന്വേഷണം പറഞ്ഞേക്കണം കേട്ടോ. ഇന്ന് വീണ്ടും എന്റെ അന്വേഷണം പറയണം. ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു. സുഖമായിട്ടിരിക്കല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ നമ്മളെ വിളിക്കേണ്ട നമ്പർ നമ്മൾ ശരിക്കും തുടർത്തി പറഞ്ഞില്ല. നമുക്കൊരു കോളും കൂടെ ഉണ്ടോ? ഓക്കെ, ഒരു കോൾ. ഹലോ, ഗുഡ് ഈവനിങ്. ഹായ് വിശാൽ. ഹായ്. ഇന്നെന്താ ബിരിയാണിയാണോ എല്ലാവർക്കും സമ്മാനം? അതെ, അടിപൊളി ബിരിയാണി ഞങ്ങൾ കാലിക്കറ്റ് ജംഗ്ഷനിൽ ഒരുക്കി വെച്ചിട്ടുണ്ട്, ഫ്രൈഡേയും സാറ്റർഡേയും. നിങ്ങളുടെ വീടിന്റെ അടുത്തല്ലയോ? നമ്മളെ വീടിന്റെ അടുത്താ. ഓക്കെ, അപ്പം എന്തുകൊണ്ട് ബിരിയാണി? എന്തുകൊണ്ട് ബിരിയാണി? എന്തും കൊണ്ടും ബിരിയാണി ഉണ്ടാക്കും. അതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നോ? അവിടുത്തെ പരസ്യമായിരുന്നോ? അല്ല, എന്തുകൊണ്ട് മന്തി, എന്തുകൊണ്ട് ബിരിയാണി? അത് എനിക്കിട്ടുള്ള ഒരു ഇതായിരുന്നു. കട മനസ്സിലായി. ഇത് കട കാലിക്കറ്റ് ജംഗ്ഷനിൽ 9.5 ദിറംസേ ഉള്ളൂ. നമ്മുടെ ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ പോയി അടിപൊളി ബിരിയാണി കഴിക്കാം ഫാമിലി ആയിട്ട്. ഓക്കെ, എന്നാ ഉണ്ട്? കുറെ നാളായല്ലോ വിളിച്ചിട്ട്. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ട്. പിന്നെ ഇങ്ങനെ ഓരോ പരിപാടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിങ്ങൾ ടൈമിംഗ് ഇങ്ങനെ മാറുന്നുണ്ടെന്ന് തോന്നുന്നല്ലേ? ടൈമിംഗ് കുറെ നാളായിട്ട് 7:30 to 8:30 ആണ്. ഞാൻ 8:30 വെക്കാറ്, അപ്പം കാണാൻ. അങ്ങനെ ചെയ്യരുത്, 7:30 തന്നെ വെക്കണം. 7:30 to 8:30 ആണ്. അപ്പൊ നല്ല ട്രാഫിക് ഉള്ളത് കാരണം ചാടി ഓടി വരുന്നതാണ്. അല്ല, ഇന്ന് ട്രാഫിക് കുറവുണ്ട്. എനിക്ക് തോന്നുന്നു കുറെ ആൾക്കാർ ട്രാവൽ ചെയ്തെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാരും ഇപ്പോഴേ അതെ സ്റ്റാർട്ട് ചെയ്യാൻ പോയല്ലേ. എക്സാംസ് ഒക്കെ കഴിയുമ്പോഴത്തേക്ക് എല്ലാരും പോകും തോന്നുന്നു. ഈ മന്ത് ജൂലൈ ഓഗസ്റ്റ് പ്ലാൻ ചെയ്യുന്നുണ്ടോ? ജൂലൈ അടുത്ത മാസം നാട്ടിൽ പോവാണ്. എവിടെ? നാട് എവിടെയാ? വയനാട്. സൂപ്പർ അല്ലേ? മേപ്പാടി. എത്ര നാളത്തേക്കാ? ഒരു മാസം. അപ്പൊ നാട്ടിൽ പോയി സന്തോഷമായിട്ട് എൻജോയ് ചെയ്യാനുള്ള പ്ലാൻ ആണ്. നല്ല മഴയാണ്. നല്ല കൂൾ ക്ലൈമറ്റ് അല്ലേ വയനാട്? അങ്ങനെ കേട്ടിട്ടുണ്ട്. വയനാടൊക്കെ എപ്പോഴും നല്ല കൂളായിരിക്കും. ഇല്ല, ഇപ്പൊ അങ്ങനെയില്ല. ഇപ്പൊ ഭയങ്കര ചൂടുണ്ട്. ഞാൻ വന്നിട്ടുണ്ട് വയനാട്. എവിടെയാ വന്നിട്ടുള്ളത്? ഞങ്ങള് റിസോർട്ടിൽ വന്നതാ, ബാണാസുര ഡാമിന്റെ ഒക്കെ അടുത്ത്. ഞാനും വന്നിട്ടുണ്ട്. ഞങ്ങള് എന്നിട്ട് മറ്റേ മുത്തങ്ങയിലൊക്കെ ടൂർ പോകത്തില്ലേ, ആനയൊക്കെ കണ്ട് പേടിച്ച്. കോഴിക്കോട് വായ വന്നത്. കോഴിക്കോട് വന്നിട്ട് എനിക്ക് മറ്റേ മിഠായി തെരുവ് ആ ഏരിയയിൽ പോയിട്ട് കത്തി കഴിഞ്ഞിട്ടാ കണ്ടല്ലേ, അവിടെ ഒന്നും ഇതില്ലായിരുന്നു. അത് തന്നെ ഹൽവയൊക്കെ അവിടെ നിന്ന് മേടിച്ചു. ഭയങ്കര ക്രൗഡഡ് ആയിരുന്നു. എനിക്ക് അത്ര അങ്ങോട്ട് പിന്നെ അവിടെ ഉണ്ടല്ലോ ഒരു കാലിക്കറ്റ് കട, ബിരിയാണി ഫേമസ് ആയിട്ടുള്ള. കാലിക്കറ്റ് ജംഗ്ഷൻ അല്ല, കോഴിക്കോട് ന്യൂ ഫോം ഉണ്ട്, പാരഗൺ ഉണ്ട്, ഹോട്ടലുണ്ട്. പാരഗണിലെ ബിരിയാണി അല്ലേ ഫേമസ്? കോഴിക്കോട് റഹ്മത്ത്. ഞാൻ അവിടെ കാലിക്കറ്റ് പാരഗൺ ബിരിയാണി. പാരഗണും ഉണ്ട്. അവിടെ ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കാണ്. പക്ഷെ എന്റെ ഡിഫറെന്റ് ആണ്. ഇപ്പൊ എനിക്ക് 1-2 കാലിക്കറ്റിൽ നിന്ന് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പണ്ട് പഠിക്കുമ്പോ. അപ്പൊ ഇവർക്ക് നമ്മുടെ നാട്ടിലെ ബിരിയാണി കഴിക്കുമ്പോ തീരെ ഇഷ്ടമല്ല. റൈസ് എൻ്റർലി ഡിഫറെന്റ് ആണ്, ഭയങ്കര ഡിഫറെന്റ് ആണ് അതെല്ലാം. മലബാറും ആ സൈഡും ഭയങ്കര വ്യത്യാസം. അതെ. അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോയാലോ? ഗെയിമിലേക്ക് പോവാം. പറഞ്ഞിട്ട് പോയാൽ മതി. അല്ല, നിങ്ങൾ സ്കൂൾസ് ഒക്കെ അടച്ചോ? എന്റെ ആണോ? ഇല്ല, എനിക്ക് ജൂലൈ 5th വരെ ഉണ്ട്. 5th വരെ പോണം. പക്ഷെ മിക്കതും എക്സാംസ് ഒക്കെ കഴിഞ്ഞു. ഇപ്പൊ GL എക്സാംസ് ഒക്കെ പറഞ്ഞ എക്സാംസ് ഇല്ലേ, മറ്റേ സ്കൂളിന്റെ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സാംസ്,
അതുപോലത്തെ ഒക്കെ ഇപ്പം കമ്പ്യൂട്ടർ ടീച്ചർ ആയതുകൊണ്ട് എന്റെ ലാബിലൊക്കെയാണ് നടക്കുന്നത്. അതുകൊണ്ട് എല്ലാ ദിവസവും പോകണം. പിന്നെ റിപ്പോർട്ട് കാർഡ് ഉണ്ടാക്കൽ, അതൊക്കെയാണ് ഇപ്പൊ പരിപാടി. സിമി ശരിക്കും കമ്പ്യൂട്ടർ ടീച്ചർ ആണോ? എന്താ എപ്പോഴും ഇങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്? കാരണം എല്ലാരും എന്നെ വിമൽ കുമാറാണ് വിളിക്കുന്നത്. സത്യം, ഞാൻ എടുത്തു സിമിനെ ഓർമ്മിപ്പിക്കാറുണ്ട് ടീച്ചറാണെന്ന്. എന്നെ വിമൽ കുമാറാണെന്നാ വിളിക്കുന്നത്. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞില്ലെങ്കിൽ എനിക്ക് എന്നെ മറന്നു പോകും. അല്ല, എന്നെ കണ്ട തോന്നത്തില്ലേ നല്ലൊരു ടീച്ചർ ലുക്ക് ഇല്ലേ? പിന്നല്ലേ. അപ്പം അതൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് സ്കൂളിൽ. അതെ. അപ്പൊ നിങ്ങൾക്ക് അടച്ചോ സ്കൂൾ? ഇല്ലല്ലോ. ജൂൺ 28 ജൂൺ ലാസ്റ്റ് വരെ. ജൂൺ 27 എന്റെ ബർത്ത്ഡേ. ആണോ? അത് പറഞ്ഞില്ലേ? അതും പറഞ്ഞല്ലോ. സന്തോഷമില്ലേ? സെലിബ്രേറ്റ് ചെയ്യണല്ലോ നമുക്ക്. ഇങ്ങോട്ട് പോരട്ടെ, നമ്മൾ UBL സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞത്. സിമിയുടെ വക 27-ാം തീയതി. അതറിയും. ഒരു മിനിറ്റ് നോക്കട്ടെ, ഒരു മിനിറ്റ്. അയ്യോ, വേഗം നോക്ക്. പിന്നെ ബർത്ത്ഡേക്ക് വന്നിട്ട് തന്നെ. എന്നിട്ട് എന്താ അറിയോ, നേരെ UBയിലേക്ക് പോരാ. സിമി ഇവിടെ ഫുൾ സ്പോൺസറിങ് ആണെന്ന്. തേഴ്സ്ഡേ. ഓക്കെ, അപ്പൊ എന്തായാലും ഷോയും ഇല്ല. ഫുഡ് കൂപ്പൺസ് ഇഷ്യൂ ചെയ്താലും ഉറപ്പായിട്ട് സിമിയുടെ വക ഫുഡ് കൂപ്പൺ ഉണ്ട്. 14-ാം തീയതി 15-ാം തീയതി നിങ്ങൾ 9 ദിവസം കൊടുത്താൽ നിങ്ങൾക്ക് കാലിക്കറ്റ് ജംഗ്ഷനിൽ നിന്ന് ബിരിയാണി ഞാൻ അറേഞ്ച്. അത് വേറെ ഇത് വേറെ. ഓക്കെ, അപ്പൊ നമുക്ക് ഗെയിമിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞു റെക്കോർഡ് ചെയ്ത് വെക്കത് ഞാൻ വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ട്. കറങ്ങുന്നില്ലല്ലോ. കറങ്ങുന്നുണ്ടല്ലോ. ഇവിടെ കറങ്ങുന്നില്ല. ആരവിടെ പാട്ട് പാടുന്നത്? അത് മോളാ. അവള് ചെറിയ മോള് ഫ്രഞ്ച് പഠിക്കാ. സ്റ്റോപ്പ് പറഞ്ഞില്ല കേട്ടോ ഇതിന്റെ ഇടയ്ക്ക്. സ്റ്റോപ്പ്. നമ്മുടെ വീൽ ആത്മാർത്ഥമായി കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. GK ക്വസ്റ്റ്യൻ ആണ്. വീൽ ഇവിടെ ഒന്നും ഇല്ലല്ലോ, അതിനെന്തോ പറ്റിന്ന് തോന്നുന്നു. സൂപ്പറായിട്ട് കറങ്ങി. GKയിലെത്തി. അപ്പൊ GK നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഏറ്റവും വേഗതയേറിയ ക്രൂയിസ് മിസൈൽ? ത്രിശൂൽ, ബ്രഹ്മോസ്, അശ്രമ? ബ്രഹ്മോസ്. ഓക്കെ, നമുക്ക് നോക്കാം. കറക്റ്റ് പിന്നല്ലോ. ബ്രഹ്മോസ് അന്ന് ഇത് ചെയ്തപ്പോ എല്ലാരും ഭയങ്കര കാര്യമായിട്ട് നോക്കിക്കൊണ്ടിരുന്നോണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റാർട്ട്. അയ്യോ, സ്റ്റോപ്പ്. സിമി എന്താ ബിരിയാണി ഇന്നോ? നമ്മുടെ യൂഷ്വൽ ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഇതുണ്ട് ഒരു വിന്നറിന് കാലിക്കറ്റ് ജംഗ്ഷന്റെ ഒരു 50 ദിറംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ ഉണ്ട്. ഗ്രീൻ ഒലീസ് ബ്യൂട്ടി സലൂണിന്റെ ഒരു ഗിഫ്റ്റ് വൗച്ചർ ഉണ്ടാവും. ഇതിലേതെങ്കിലും ഒന്ന് എന്തായാലും കിട്ടും. അതുപോലെ തന്നെ ഈ കാലിക്കറ്റ് ജംഗ്ഷന്റെ നമ്മൾ 50 ദിറംസിന്റെ ഗിഫ്റ്റ് വൗച്ചർ കിട്ടിയെന്ന് പറഞ്ഞ് ഫ്രൈഡേ സാറ്റർഡേ എല്ലാവരെയും കൂട്ടി ബിരിയാണി കഴിക്കാൻ വരരുത് കേട്ടോ. അതൊന്നും ആപ്ലിക്കബിൾ അല്ല. അതെ, വേറെ ദിവസം നമുക്ക് പോവാം. ഓക്കെ, നമ്മുടെ GK ആണ് പിന്നെ വന്നിരിക്കുന്നത്. നമുക്ക് GK എന്ന് ചോദിക്കട്ടെ. ഇമേജ് ആണോ? ഓക്കെ, ഞാൻ നോക്കിയത് തെറ്റിപ്പോയി, കണ്ണ് കാണത്തില്ല. അടിപൊളി. ചോദിച്ചു. നടിയുടെ പേര് പറയുക. അരുണി രാജപക്ഷ, പൂജ ഉമാശങ്കർ, യുറേനി നോഷിക. വരും. ചെറിയൊരു ഡിലേ ഉണ്ടാവും. അരുണിയാണോ പൂജയാണോ യുറേനിയാണോ? അതാണ് നല്ലത്. ഇത് പൂജ. ഇതാരത്? കൊള്ളാലോ. ഇവരെല്ലാരും അറിയാം. ഏതിലെ ഫിലിം അറിയില്ല, ഞാൻ വെറുതെ ഗസ് ചെയ്താ. ചുമ്മാ ഇത്ര പെട്ടെന്ന് പൂജയാണെന്ന് പറഞ്ഞിട്ട് ഒരു കറക്റ്റ് ആൻസർ പൂജയാണ്, ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫൈൻ, നമുക്ക് നോക്കാം. നമ്മുടെ തേർഡ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അറിയാം വിന്നർ ആവോ ഇല്ലയോന്ന്. അതെ, നമുക്ക് കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയിട്ട് അടിപൊളി ഫുഡ് കഴിക്കാൻ പറ്റുമോ, അതോ നമുക്ക് ക്രോക്കഡൈൽ പാർക്ക് പോകാൻ പറ്റുമോ നോക്കാം. നമുക്ക് ഒന്നിൽ കൂടുതൽ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ ലക്കി ഡ്രോയിൽ പോയിട്ടോ. അല്ലല്ല, അതെന്തായാലും ഫ്രൈഡേ സാറ്റർഡേ വാ, നമുക്ക് ബിരിയാണി ഉറപ്പാണ്. ഓക്കെ, നമ്മുടെ വീൽ ഇങ്ങനെ സിമി എന്തോ ചെയ്തെന്ന് തോന്നുട്ടോ. സിമി അതിന് ബിരിയാണി കൊടുക്കും. ഞാൻ പേടിപ്പിച്ചു. വന്നപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു. അല്ല, ഋഷാല് 2 പറഞ്ഞു. അതിനിപ്പം മൂന്നാമത്തെ സ്റ്റോപ്പ് പറഞ്ഞു ഋഷാല്. സ്റ്റോപ്പ് പറഞ്ഞു. ഇപ്പൊ GK ആണ്. അപ്പൊ GK എന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. ഓക്കെ, ഇത് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സമ്മാനമൊക്കെ ഇപ്പൊ നിക്കും. ആ ഒരു ഡിലേ കൂടെ കൺസിഡർ ചെയ്യൂ.
ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഏതാ? ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതം ഹ്യൂജിയാമ, വെസൂവിയസ്, ബാരൻ. നല്ല അടിപൊളി പേരുകളാണ്. ഇതിലേതാണ്? ലാസ്റ്റ് വൺ, നമ്പർ 3, ബാരൻ. ബാരൻ. ഓക്കേ, എല്ലാം ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് പറയുന്നുണ്ടല്ലോ. കാരണം ജപ്പാനിലാണ്, US വേറെ എവിടെയാണ്. ഓക്കെ, ബാരൻ ഇന്ത്യയിലാണെന്ന് ഉറപ്പിച്ചു. ഇന്ത്യയിലാണ്. കൊള്ളാം, അടിപൊളി. അപ്പൊ ഇതിൽ ഏത് ഗിഫ്റ്റ് ആണ് അടിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, വെയിറ്റ് ചെയ്യാം. അതെ, അപ്പം കിട്ടിയാൽ നമ്മൾ വിളിച്ചു പറയോ? ഇപ്പൊ ഈ പരിപാടി ഇപ്പൊ ഒന്നിൽ കൂടുതൽ വിന്നേഴ്സ് ഉണ്ടെങ്കിൽ ദുബായ് ക്രൊക്കഡൈൽ പാർക്കിലോട്ടുള്ള കപ്പിൾ ടിക്കറ്റ്സ് ഉണ്ടോ ഇല്ലോ എന്നുള്ളത് ലക്കി ആയിട്ടുള്ള ഒരു വിന്നറിന് നമ്മൾ സെലക്ട് ചെയ്ത് പേര് പറയും. അപ്പം അതന്നെ ഞാൻ നാളെ അവിടെ കാലിക്കറ്റ് ജംഗ്ഷനിൽ പോയി ചോദിച്ചാൽ മതി. ഇവിടെ വിളിച്ചിട്ട് കൺഫേം നാളെ വിളിച്ചാൽ മതി. 800-825. അവിടെ പോയി ചോദിച്ചാലും മതിയോ? അവിടെ പോയി സിമിയുടെ പേര് പറഞ്ഞാൽ മതി. എന്റെ പേര് പറഞ്ഞാൽ മതി. എന്റെ പേര് ബിരിയാണി ലിസ്റ്റിലുണ്ടോന്ന് ചോദിച്ചാൽ മതിയോ? താങ്ക് യു സോ മച്ച്. അപ്പൊ എന്തായാലും വിന്നർ ആയിട്ടുള്ളവര് 800-825 വിളിച്ചിട്ട് കൺഫേം ചെയ്യുക. അപ്പൊ നിങ്ങൾക്കുള്ള ഗിഫ്റ്റ് ഏതാണെന്നുള്ളത് പറയുന്നതാണ്. ഓക്കെ, അതേപോലെ തന്നെ നമ്മുടെ ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഒന്നും കൂടെ നമുക്ക് ആ വിന്നേഴ്സിനെ ഒന്ന് പറയാം അല്ലെ, ബിക്കോസ് ദേ ആർ ഗോയിങ് ടു ബി ദ ഫസ്റ്റ് പെർഫോമേഴ്സ് ഓഫ് ദിസ് മന്ത്. അപ്പൊ നിതൻ കൺസൾട്ടൻസി പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ പവർഡ് ബൈ UBL TV ഇതിലെ ഫസ്റ്റ് മന്തിലെ വിന്നേഴ്സ് ആണ്. നമ്മുടെ പേര് പറയാൻ പോവാണ്. അക്ബർ ഷാ, ശാലിനി, നൈഗ, ഫർഹാൻ ആൻഡ് ജലീറ്റ. സോ കൺഗ്രാറ്റുലേഷൻസ് വിന്നേഴ്സ്. നിങ്ങളാണ് ആ ഭാഗ്യമുള്ള 5 പേർ ആദ്യത്തെ മാസം സെലക്ട് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നമ്മുടെ പ്രശസ്തനായിട്ടുള്ള പിന്നണി ഗായകൻ അഫ്സലിന്റെ കൂടെയാണ് പാടാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട്. ഈവൻ ദേ ഗെറ്റ്സ് ട്രെയിനിങ് ഫ്രം ദം, അവരുടെ കൂടെ ട്രെയിനിങ് ഒക്കെ ചെയ്ത്. അതുപോലെ തന്നെ ഒരു ഈവനിങ് സ്പെൻഡ് ചെയ്യാനും പറ്റും. അതെ അതെ, അല്ല UAE-ലുള്ള ആൾക്കാർ പൊതുവെ നാട്ടിലുള്ള റിയാലിറ്റി ഷോസ് അല്ലെങ്കിൽ നാട്ടിലുള്ള ഷോസ് ഒക്കെ ആണല്ലോ ഇവിടെ ഇരുന്ന് കാണുന്നത്. നൗ വി ക്യാൻ ഡു ഇറ്റ് ഹിയർ. അതെ അതെ അതെ. അപ്പൊ ഈ ഒരു ജൂൺ 15 ലാവൻഡർ ഹോട്ടലിൽ വെച്ചിട്ടാണ് ഈ ഒരു മെഗാ ഇവന്റ് നടക്കാൻ പോകുന്നത്. അത് ഉറപ്പായിട്ട് സിമി, നമ്മളിപ്പം നാട്ടിലിരുന്നുള്ള പല എന്താ പറയാ ഒരു റിയാലിറ്റി ഷോസ് നമുക്ക് ഇവിടെ നിന്ന് കാണാനേ ഉള്ളൂ. ഇത് എന്ന് വെച്ചാൽ ഒരു ലോങ് ഡ്യൂറേഷൻ നടക്കുന്നതുകൊണ്ട് ഇവിടുന്ന് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഒരു അവസരം എന്ന് പറയുന്നത് അതും 1 ഇയറിലേക്ക് ഫുൾ ഇയറിലേക്ക് ഉള്ള ആ ഒരു ഇതെന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു അച്ചീവ്മെന്റ് ആയിരിക്കും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങൾക്ക് പാട്ട് പാടാൻ കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇനിയും അപ്ലൈ ചെയ്യാം. എവറി മന്ത് അത് എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അഫ്സൽ എന്നുള്ള സിംഗറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്ക് മലയാളത്തിൽ വളരെ അധികം ഹിറ്റുകൾ ഇപ്പൊ നമ്മളുടെ എന്റെ ഓർമ്മയിൽ ഐ തിങ്ക് മോസ്റ്റ് ഓഫ് ഹിസ് സോങ്സ് ആർ ലൈക്ക് രാക്ഷസി സോങ് ആൻഡ് ഓൾ. ഭയങ്കര ഡിഫറെന്റ് വോയിസ് ആണ്. ഒരു ഡിഫറെന്റ് വോയിസ്, ഭയങ്കര കാച്ചിങ് ആയിട്ടുള്ള ഒരു ഡിഫറെന്റ് വോയിസ് ആണ്. അല്ല, ചെറുപ്പത്തിലോട്ട് നമ്മളിങ്ങനെ കേട്ട് വളർന്നിരിക്കുന്ന ഒരു ആളാണ്. അത്രയും എന്താ പറയാ റിനൗണ്ട് ആയിട്ടുള്ള ഒരു എസ്പെഷ്യലി ഈ സിംഗിങ് ഫീൽഡിലേക്ക് വരാനുള്ളവർക്ക് നമ്മൾ ഈ നല്ല എക്സ്പീരിയൻസ് ഉള്ളവരുടെ അത് ഒരു കുറച്ചൊക്കെ കിട്ടുമ്പോൾ ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ ദം അല്ലെ. നമ്മൾ അവരെങ്ങനെയാണ് സ്റ്റേജിൽ പെർഫോം ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ഒരു പ്രൊഫഷണലിസം കാണുമല്ലോ, അവരുടെ ഒരു വോയിസ് മോഡുലേഷൻസ്. ഇപ്പം ആളുടെ ഒരു മ്യൂസിക് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡിഫറെന്റ്, ഒരു നോർമൽ മെലഡി അങ്ങനത്തെ ഇതിലല്ലോ വരുന്നത്, ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റൈലാണ്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അതിന്റെ ഒരു ട്രെയിനിങ്സും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നതായിരിക്കും. എന്തായാലും അവരുടെ കുറച്ച് ടിപ്സും പോയിന്റ്സും എന്തായാലും ഉണ്ടാവും. അപ്പൊ ഞങ്ങൾ ലുക്ക് ഫോർവേഡ് ചെയ്യാണ്. നമ്മളും ഈ പറഞ്ഞ ഇവന്റിന് വേണ്ടി ലുക്ക് ഫോർവേഡ് ചെയ്യുന്നു. എവറി മന്ത് ഇതൊരു 12 months ആയിട്ട് 1 ഇയറിലേക്കുള്ള ഒരു പ്രോജക്റ്റ് ആണ്. അപ്പൊ എവറി മന്ത് അവർ പല ആൾക്കാരെ സെലിബ്രിറ്റീസിനെ കൊണ്ടുവരും. ഈ 5 പേർ ഭാഗ്യമുള്ളവർ അവർ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള സിംഗർ അഫ്സലിന്റെ കൂടെയാണ് പാടാൻ പോകുന്നത്. അപ്പൊ ഈ ഒരു ഇത് കഴിഞ്ഞാൽ നെക്സ്റ്റ് മന്തിലേക്കും നിങ്ങൾ വീണ്ടും അപ്ലൈ ചെയ്യുക, അടുത്തൊരു 5 മെമ്പേഴ്സിലേക്ക് ആവാൻ. അതെ. ഹലോ, ഇതാരാ? ഇത് സുനിതയാണ്. സുനിത, എവിടെ നിന്ന് വിളിക്കുന്നു? ഷാർജ. എന്നാ ഉണ്ട് സുനിത വിശേഷം? സുജിത. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു യൂട്യൂബ് വീഡിയോയിൽ ഒരു ചെറിയൊരു ഷോർട്ട് കണ്ടേ, ഫേമസ് നെയിംസ് ഇൻ കേരള എന്ന് പറഞ്ഞിട്ട്. അതിൽ നമ്പർ 1 വന്ന പേരാണെന്ന് സുനിത. അയ്യോ, അതാരാ? അല്ല, കുറെ പേര്. അല്ല, സുനിത എന്ന് പറയുമ്പോ നോർമലി ഒരു കേരളത്തിനുള്ള ഒരു പേരാണത്. ഒരു ശാലീന സുന്ദരി അതിനകത്ത് കുറെ പേര് അമ്പിളി, എന്താ പറയുക, കാർത്തിക, അങ്ങനെ കുറെ ഫേമസ് നെയിംസ് ഉണ്ടല്ലോ മിക്കവർക്കും ഉള്ള. സാറ, മായ, സാര, അങ്ങനെ വന്നപ്പോ നമ്പർ 1. അപ്പൊ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് സുനിത എന്ന് പറഞ്ഞ. അപ്പൊ ഞാൻ പെട്ടെന്ന് സുനിതയ്ക്ക് അയച്ചു കൊടുത്തു. അപ്പൊ അതെനിക്ക് ഓർക്കാൻ പറ്റും.
ഓക്കെ. ഇവൻ എന്നെ ചിലരിങ്ങനെ മാറി വിളിക്കാറുണ്ട്. നിങ്ങള് എല്ലാരും സുഖല്ലേ? നിങ്ങളെല്ലാരും അവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മള് ഷോർട്ട് ഫിലിം നിങ്ങളെല്ലാം പറഞ്ഞ കാരണം കണ്ടു. ഒരു ഷോർട്ട് ഫിലിം കാണിച്ചില്ലേ അന്ന്? ഓക്കെ, പറഞ്ഞോളൂ. പറഞ്ഞു. ഏതാണ് ഒരു സ്ത്രീ കഥാപാത്രം ഒക്കെ പറഞ്ഞിട്ട് ഇന്റർവ്യൂ എല്ലാം ചെയ്തില്ലേ? സിനി അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, അതൊരു സിനിമയായിരുന്നു. അതെ അതെ. ഷെജി തളിർക്കുമ്പോൾ അത് ഇന്നലകൾ തളിർക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് ഷെജി ചെയ്തിരുന്നു. പ്രീമിയർ ഷോ അത് കണ്ടിരുന്നു. ഷജീലയോ? ഷെജി ചെയ്തിരുന്നു എന്റെ. ഓക്കെ ഓക്കെ. സിനിമയാണ്. ഓക്കെ, ഞങ്ങൾ കൺഫ്യൂസ് ചെയ്യിക്കുന്നില്ല. ഞാൻ ഒന്നുകൂടെ ക്ലിയർ ആയിട്ട് പറയാം. ഇന്നലകൾ തളിർക്കുമ്പോൾ എന്നായിരുന്നു ആ മൂവിയുടെ പേരല്ലേ? അതെ അതെ. ഒരു ഫീമെയിൽ ഓറിയന്റഡ് ഫിലിം. അതെ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നിട്ട്? നല്ലതാ. അതിന്റെ ഡയറക്ടർ ആയിരുന്നു നമ്മുടെ കൂടെ അന്ന് വന്നിരുന്നത്. അതെ അതെ. നിങ്ങൾ കണ്ടിരുന്നു എല്ലാരും? നമ്മള് കണ്ടിരുന്നു അന്ന്. ഓക്കെ. പക്ഷെ നമുക്കും ഇതായിരുന്നു അത്. എനിക്ക് തോന്നുന്നു ഇനി ഒരു റീ ടെലികാസ്റ്റും കൂടെ വരാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് അത്രയും എല്ലാവരും ഒപ്പീനിയൻ പറയുന്നുണ്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു പെരുന്നാളിന്റെ സമയത്ത് ഒന്നും കൂടെ ടെലികാസ്റ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ ഒന്നും കൂടെ വേണമെങ്കിൽ ഒന്ന് കാണാം. മെയിൻ ആക്ട്രസ് വന്നിട്ട് ഏതോ സീരിയൽ നടിയാണ്. അതെ അതെ അതെ, സ്റ്റെഫി അല്ലേ? അപ്പം ഇഷ്ടപ്പെട്ടു. അപ്പം ഇനിയും കാണുന്ന പ്രേക്ഷകരും കൂടെ അത് കേട്ടോട്ടെ ഒന്നും കൂടെ. അല്ലേ? അപ്പൊ എന്തായാലും അവർക്കും കൂടെ ഒന്നൊരു ചാൻസ് കൊടുക്കണമല്ലോ. അതുകൊണ്ടാണ് നമ്മൾ ഒന്നുകൂടെ റീ ടെലികാസ്റ്റ് ചെയ്യുന്നത്. യൂഷ്വലി ഞങ്ങൾ ചാക്യാർ ഷോയിലേക്ക് വിളിക്കാറ്. പാടില്ല, ഞങ്ങളെ ഭയങ്കര ബുദ്ധി വേണം. അത് ഭയങ്കര ബുദ്ധി വേണം. ഇതില് പിന്നെ ഓപ്ഷൻ തരുന്നുണ്ടല്ലോ ഇടയ്ക്ക്. അതത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻസ് വേണ്ടിട്ട് കുറച്ച് കട്ടിയുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാമേ. കുറച്ച് ബുദ്ധി ഉപയോഗിച്ച് പറഞ്ഞു. ചാക്യാരെ അങ്ങനെ പൊക്കി പറഞ്ഞ് ഞങ്ങൾക്ക് ചെറുതായിട്ട് വിഷമം ഉണ്ടായിട്ടോ. ഞങ്ങള് ശരിക്കും പറഞ്ഞ പെൺപിള്ളാരല്ലേ, ഞങ്ങൾക്ക് ശരിക്കും ഈ അതിനൊക്കെ കുറച്ചുള്ളതുകൊണ്ടേ. അത് മാത്രമല്ല, ഓരോ ദിവസവും കാണുന്നുണ്ട്. ഓരോ ദിവസവും നമ്മൾ ഈ രണ്ട് പെൺപിള്ളേര് വെച്ച് സുന്ദരികളായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്. അത് ഞങ്ങൾ എല്ലാ ഷോവും കാണാറുണ്ട്. അല്ല, ഇതുപോലെ ചാക്യാരെ ഇടയ്ക്ക് വിളിച്ച് പറയണം, ഞങ്ങള് 3-in-1 വിളിക്കാറുണ്ട്, അവര് നല്ല രസമോ വർത്താനം പറഞ്ഞ് കേൾക്കാൻ. ചുമ്മാ ഒന്ന് തള്ളണം. കാരണം ഇത് മിക്കവാറും ഈ ക്ലിപ്പിംഗ് എടുത്തുകൊണ്ട് വരും. ഇത് കട്ട് ചെയ്ത് മിക്കവാറും ഞങ്ങൾക്ക് തന്നെ അയച്ചു തന്നിട്ട് പറയും, കണ്ടില്ലേ എന്റെ ആരാധകർ വിളിക്കുന്നു. എന്റെ ആരാധകരാണ് 3-in-1 വിളിക്കുന്നത്. നമ്മളെ ഇതുപോലെയൊക്കെ ചൂഷണം ചെയ്യാറുണ്ട്. ഓക്കെ, സുനിത എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്ന ആളാണോ? അല്ല, ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഇപ്പൊ ഒരു ബ്രേക്ക് എടുത്തിട്ടിരിക്കുകയാണ്. ഹെൽത്ത് ഇഷ്യൂ വന്നിട്ട്. ഹെൽത്ത് ഒക്കെ ഓക്കെ ആയോ? ഹെൽത്ത് ഓക്കെ ആയിക്കൊണ്ടിരിക്കണു. പാട്ട് പാട്ട് ചെറുതായിട്ട് പാടും. ഇന്നിപ്പോ വയ്യ കുറച്ച്. ഞങ്ങൾ കൂടെ പാടിയാലോ? ഗെയിം കളിക്കാം. പാട്ട് പാടുന്ന ആളായിരുന്നു സുനിത. അപ്പൊ നമ്മള് മെലഡി ഡ്രീംസിനെ പറ്റി പറഞ്ഞൊക്കെ കേട്ടോ? കേട്ടു. അപ്പൊ അപ്ലൈ ചെയ്യുന്നില്ലേ? കാരണം ഇനി സമയമുണ്ട്. അപ്പോഴത്തേക്കൊക്കെ ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിക്കോളും. സുജിത രണ്ടുപേര് പാട്ട് പാടും. ഞാൻ പേരിങ്ങനെയാണെന്ന് വെച്ചിട്ടൊന്നും എന്നെ കമ്പയർ ചെയ്യരുത്. ഞാൻ പാടില്ല. അതാണ് എന്നോട് പാട്ട് പാടുമെന്ന് ചോദിച്ചാണ്. ഞാനപ്പോ അതിന്റെ മറുപടി പറഞ്ഞാണ്. സുജിത ശരിക്കും പാട്ട് പാടും? ഞാൻ പാട്ട് പാടില്ല, ഡാൻസ് കളിക്കും. ഡാൻസ് കളിക്കും. അതെയോ? ഓക്കെ. രണ്ടുപേര് ഡാൻസ് കളിക്കണം ഇവിടെ. 2 വരി കളിക്കും. അതാണ് ഡാൻസിനെ കുറിച്ചുള്ള വിവരം. 2 വരി ഡാൻസ് കളിക്കണം, 2 സ്റ്റെപ്പ് പാട്ട്. അതാണ് എന്റെ ദൈവമേ. അപ്പൊ മൊത്തം മിക്കവാറും സജീഷ് കട്ട് ചെയ്യും ഒരു സെഗ്മെന്റ് മൊത്തം കേട്ടോ. അപ്പൊ സിനിമകളുടെ മറ്റേ വീഡിയോ കണ്ടിരുന്നു, ക്രൊക്കഡൈലിന്റെ സ്പെഷ്യൽ. അതെ അതെ അതെ, എല്ലാം ഇങ്ങനെ നോക്കുന്നുണ്ടല്ലേ. ഇടയ്ക്കിടയ്ക്ക് ഏതാന്ന് അറിയത്തില്ല, ഒരു രസം. അതെ. ഓക്കെ, അപ്പൊ ഗെയിമിലേക്ക് പോവാം. ഓക്കെ, സ്റ്റാർട്ട്. തിരിഞ്ഞോ വീട്? പിന്നെ അയ്യോ, നമ്മുടെ വീട് ഭയങ്കര പാവാ. ഭയങ്കരമായിട്ട് കറങ്ങി 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 അതെയല്ലേ സ്പോർട്സിലെത്തി. കുറെ നാളായി സ്പോർട്സ് ഒക്കെ കണ്ടിട്ട് കേട്ടോ. സ്പോർട്സ് ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയാണ്, ക്രിക്കറ്റ് കാണുന്നുണ്ടോ? ക്രിക്കറ്റോ? ഹസ്ബൻഡ് ഇടയ്ക്ക് കഴിഞ്ഞ ദിവസം കണ്ടോ ഇന്ത്യ പാക്? ഹസ്ബൻഡ് കണ്ടു. ഞാൻ വിചാരിച്ചു തോറ്റു പോകാം. ഓക്കെ, ബാൾട്ടിമോർ ബുള്ളറ്റ് എന്നറിയപ്പെടുന്ന നീന്തൽ താരം. ബാൾട്ടിമോർ ബുള്ളറ്റ് അറിയപ്പെടുന്ന നീന്തൽ താരം. സ്ട്രിക്കൻ മെറി, ഹെർത്ത പെലെ, മൈക്കൽ ഫെൽപ്സ്. അയ്യോ, ഭയങ്കര ടഫാണ്. സ്ട്രിക്കൻ മെറി, ഹെർത്ത പെലെ, മൈക്കൽ
ഫെൽപ്സ്. മൈക്കിൾ ഫെൽപ്സ്. അയാളുടെ പേര് എനിക്കും അറിയത്തുള്ളൂ. സി, ഓപ്ഷൻ സി. കറക്റ്റ് ആൻസർ. എനിക്കും അറിയാവുന്ന ആ ഒരു പേര് മാത്രമേ ഉള്ളൂ. ഓക്കെ, എനിവേ കൺഗ്രാറ്റുലേഷൻസ്. മൂവിംഗ് ഓൺ ടു ദി സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓ ഗുഡ്. Keep it up. Okay. Okay, second. Again, start and stop. Start. വരുന്നുണ്ട്. എന്നാലും സിമി എന്തോ ചെയ്തു കേട്ടോ. ഏതാടാ? Stop. Okay. GK ആണ്. GK എന്നുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ റെഡി ആണ്. ഓക്കെ. പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? ഗോരഖ്പൂർ, വിശാഖപട്ടണം, ഭുവനേശ്വർ. പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? അത് ഇംഗ്ലീഷ് എന്താ പറയാ? പൂർവ തീര റെയിൽവേയുടെ ആസ്ഥാനം എവിടെയാണ്? പൂർവ്വതീര റെയിൽവേയുടെ ഇംഗ്ലീഷ് അറിയാൻ മേല. മേ ബി സം കോസ്റ്റൽ ഏരിയ ആയിരിക്കും കേട്ടോ. ഐ ഡോണ്ട് നോ. സം പൂർവ കോസ്റ്റൽ. പൂർവ മീൻസ് ഓ ഇറ്റ്സ് ടഫ്. Yeah, it's tough. So better do one thing. നമ്മൾ 10ാം ക്ലാസ് ചെയ്യുന്ന അതേ പരിപാടി. പോങ്കിക്ക് മുന്നേ ഇവിടെ വന്നു. ഓപ്ഷൻ എ ഗോരഖ്പൂർ. ഒരു കട്ടിക്ക് പറഞ്ഞു നോക്കിയതാണ്. അതെ, പക്ഷേ അത്ര കട്ടി വേണ്ടായിരുന്നു. വളരെ ഞാനും ഇങ്ങനെയാ, ആവശ്യമില്ലാത്തടുത്ത് കട്ടിയൊക്കെ തപ്പി എടുത്തോണ്ട് വരും. സുനിത, ഇത് നമ്മുടെ ഒരു കുഴപ്പമല്ല. പിങ്കി പോങ്കി വെച്ചാ മതി. നീ ആയിരുന്നു ഏത് പറഞ്ഞേനെ? ഞാനായിരുന്നെങ്കിൽ വിശാഖപട്ടണം പറഞ്ഞു. കുറച്ച് ഈസി ആയിട്ട് എന്തായാലും ഇടുമല്ലോ പാട്ട്. ഞാൻ കേട്ടു ഇടാൻ പോണെന്ന് പറഞ്ഞത്. ഞാനാന്നോ? ഞാൻ പുതിയ മുഖം പാടുന്നേ അറിയത്തില്ലേ? മനസ്സിലായോ? മെലഡി ഡ്രീംസ് ആണ്. തന്നെ പാടിയിടുന്നായിരിക്കും. ഓക്കെ, എനിവേസ് ഇത് അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോ പാടണേ. അപ്പോഴത്തേക്ക് ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിരിക്കും. താങ്ക് യു സോ മച്ച് ഫോർ കോളിംഗ്. ഓക്കെ, നമുക്കൊരു കുട്ടി ബ്രേക്ക് എടുത്തിട്ട് വരാം. പെട്ടെന്ന് വരാം. Welcome back to 3-in-1 in association with Time Express Cargo and Talrop. Gift sponsored by Dubai Crocodile Park, Green Olives Beauty Salon, Calicut Junction, and special gift hamper from Pujala. Yay! ഓക്കെ, അപ്പൊ നമ്മുടെ കാലിക്കറ്റ് ജംഗ്ഷന്റെ ഏറ്റവും വലിയ ഒരു മെയിൻ വിശേഷം എന്ന് പറയുന്നത് ഈ ഈദിന്റെ സമയത്ത്, അതായത് ഈ വരുന്ന ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ വെറും 9.50 dirhams കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബിരിയാണി അവിടെ പോയി സന്തോഷത്തോടെ ഫാമിലി ആയിട്ട് ഫ്രണ്ട്സ് ആയിട്ട്, ഇറ്റ്സ് ഓൾ അബൌട്ട് ബിരിയാണി എന്ന് പറയുമ്പോൾ ഫുൾ ആൾക്കാരൊക്കെ ആയിട്ട് പോയിരുത് എൻജോയ് ചെയ്ത് കഴിക്കാം. ഈവൻ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ തോന്നുന്നു. ബിരിയാണി ഫസ്റ്റ് ആണ് ബിരിയാണി ഫസ്റ്റ് ആണ് നടക്കുന്നത്. ഇറ്റ്സ് ഓൾ അബൌട്ട് ബിരിയാണി. തിങ്ക് അബൌട്ട് ബിരിയാണി, വാക്ക് അബൌട്ട് ബിരിയാണി, ടോക്ക് അബൌട്ട് ബിരിയാണി. അങ്ങനെ the whole day full of biryani. ബിരിയാണി കംപ്ലീറ്റ് എൻജോയ് ചെയ്യാം. അപ്പൊ ബിരിയാണി ഫസ്റ്റ് മറക്കണ്ട അറ്റ് കാലിക്കറ്റ് ജംഗ്ഷൻ. കാലിക്കറ്റ് ജംഗ്ഷൻ റെസ്റ്റോറന്റ് കിസൈസിലാണ്. കിസൈസ് പോലീസ് സ്റ്റേഷന്റെ ഓപ്പോസിറ്റ് ആണ്. ഈവൻ ലഞ്ചിനും ഡിന്നറിനും എല്ലാം ബിരിയാണി അവൈലബിൾ ആണ്. അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിനും കൂടെ അടിപൊളിയായിരിക്കും. ആക്ച്വലി കഴിക്കുന്നവരുണ്ട്, നല്ല വിശപ്പൊക്കെ ഉള്ളവരുണ്ടല്ലോ. പിന്നെ ഞാനൊക്കെ പിന്നെ ഇതിൽ ഒരു നേരം പോയിട്ട് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു ഒരു പ്രാവശ്യം. ബട്ട് ഐ ലവ് ബിരിയാണി. പ്രത്യേകിച്ച് വീക്കെൻഡ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫുഡല്ലേ, പെട്ടെന്ന് നമ്മൾ ബിരിയാണിയിലേക്കേ പോകത്തുള്ളൂ അല്ലേ? ഒരു ഫാമിലി ഒരുമിച്ച് പോകുമ്പോഴൊക്കെ എപ്പോഴും അങ്ങനെ അല്ലേ ബിരിയാണി. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞ മെലഡി നിതം പ്രസൻസ് ഹിറ്റ് മെലഡി ഡ്രീംസിന്റെ ഫസ്റ്റ് 5 വിന്നേഴ്സിനെ നമ്മൾ തിരഞ്ഞെടുത്തിട്ടുണ്ട്. അവരുടെ പേരുകൾ ഞങ്ങൾ അനൗൺസ് ചെയ്തിരുന്നു. അവർ കൂടെ പാടാൻ പോകുന്നത് നമ്മുടെ പ്രശസ്തനായ സിംഗർ അഫ്സലിന്റെ കൂടെയാണ്. അഫ്സൽ ഇസ് വൺ ഓഫ് ദ ഫേമസ് സിംഗർ ഇൻ എന്താ പറയുക നമ്മുടെ സൗത്ത് ഇന്ത്യയിൽ തന്നെ. സോ അവരുടെ കൂടെ പുള്ളിക്കാരനോട് പാടാനുള്ള അവസരമാണ് കിട്ടിയിരിക്കുന്നത്. കൺഗ്രാറ്റുലേഷൻസ്. നമ്മൾ UBL അതിൻ്റെ ഒരു ചാനൽ പാർട്ട്ണറാണ്. ഹിറ്റ് FM അസോസിയേറ്റ് ചെയ്യുന്ന പരിപാടിയാണ്. സോ ഇറ്റ്സ് എ 1 year സെലക്ടഡ് കണ്ടസ്റ്റൻസിനെ നമ്മൾ എന്തായാലും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ നമുക്ക് പറയാം. അതുപോലെ തന്നെ ഈ വരുന്ന ജൂൺ 15 ലാവൻഡർ ഹോട്ടൽ അൽനാദയിൽ വെച്ചിട്ടായിരിക്കും ഈ ഒരു ഈവന്റ് നടക്കുന്നത്. സെലക്ടഡ് കണ്ടസ്റ്റൻസിന്റെ പേര് ഒന്നുകൂടെ പറയാം: അക്ബർ ഷാ, ശാലിനി, നൈഗ, ഫർഹാൻ ആൻഡ് ഡെലീറ്റ. സോ കൺഗ്രാറ്റുലേഷൻസ് ടു ഓൾ. അപ്പൊ ഈ ഒരു അടിപൊളി ഈവന്റിന് വേണ്ടിയിട്ട് നമ്മളും വെയിറ്റിംഗ് ആണ്. ഇതും ഈദിന്റെ ടൈമിലാണ്. അടിപൊളി. ഇപ്പൊ നമ്മൾക്ക് സന്തോഷം എന്താ വെച്ചാൽ നമ്മുടെ UBL വർക്ക് ചെയ്യുമ്പോൾ വെൻ വി ആർ പാർട്ട് ഓഫ് ഇറ്റ്, നമുക്ക് ഇതൊക്കെ ഞങ്ങൾക്ക് ഇതെല്ലാം ആഴ്ചയും ഞങ്ങൾക്ക് ഓരോ ആഴ്ചയും ഓരോ ഇവന്റ്സുകളാണ് കേട്ടോ. അതെ, ഓരോ ഇവന്റ്സിന് പാട്ടാകുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് എക്സ്പോഷർ ആണ്. അതിൽ ഒരുപാട് ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റുന്നു. ഇപ്പൊ ഇത്രയും കണ്ടസ്റ്റൻസിനെ വന്നപ്പം ഒരുപാട് എൻട്രീസ് ഉണ്ടായിരുന്നല്ലോ. ഒരുപാട് എൻട്രീസിൽ നിന്നാണ് ഈ ഒരു 5 കണ്ടസ്റ്റൻസിനെ, കുറച്ച് വേഴ്സറ്റൈൽ ആയിട്ട് തോന്നുന്ന 5 കണ്ടസ്റ്റൻസിനെ തെരഞ്ഞെടുത്തത്.
അപ്പൊ അത്രയ്ക്കും പാട്ടുകാരുണ്ട് നമ്മുടെ UAE. തീർച്ചയായിട്ടും നമ്മൾ ആക്ച്വലി ഇപ്പോ സ്കിൽ എന്ന് പറഞ്ഞ ഇപ്പൊ പഴയ പോലെ അല്ല, ഇപ്പം എല്ലാവരും ഭയങ്കര ട്രെയിൻഡ് ആണ്. പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരാൾക്ക് ഒരു കാര്യം അറിയാം, അത്രയൊന്നും ട്രെയിനിങ് അവർ അത്ര ഉണ്ടാവില്ല. ഇപ്പൊ നമ്മളൊരു യൂത്ത് ഫെസ്റ്റിവൽസിനൊക്കെ പോയാലും അവിടെ ഒരു 2 or 3 കണ്ടസ്റ്റൻസ് ഉണ്ടാവും ഭയങ്കരമായിട്ട് ട്രെയിൻ ചെയ്ത് വന്നിരിക്കുന്നത്. ബാക്കി എല്ലാവരും ഒരു നോർമൽ ലെവലിലായിരിക്കും നിൽക്കുന്നത്, എപ്പോഴും ഒരു മിഡിൽ ലെവലിൽ. പാട്ടെന്ന് പറയുന്നത് ഒരു പ്രത്യേക കഴിവാണ്. അതായത് ഇപ്പോ എല്ലാവർക്കും ഒന്നും കിട്ടുന്ന ഒരു ഭാഗ്യമല്ല പാട്ട് പാടാനുള്ള കഴിവ്, അല്ലേ? ട്രൈ ചെയ്താലും കിട്ടത്തില്ലല്ലേ? സത്യമായിട്ട് ഞാൻ ആക്ച്വലി പഠിക്കാൻ പോയിട്ടുണ്ട്, പക്ഷെ അതങ്ങ് ശരിയാവുന്നില്ല. എന്റെ മമ്മി എന്റെ ഇഷ്ടത്തിനനുസരിച്ച് എന്റെ തൊണ്ടയൊന്നും വരുന്നില്ല. എന്റെ മമ്മി പറഞ്ഞ കഥ ഓർക്കുന്ന, മമ്മിയുടെ ബ്രദറിനെയും സിസ്റ്റേഴ്സിനെയും ഒക്കെ അപ്പച്ചൻ കൊണ്ട് പാട്ട് പാടാൻ ഒരു മാഷിനെ വരുത്തിച്ചു. എന്നിട്ട് ആ മാഷിനോട് പറഞ്ഞു, എന്റെ മക്കളെ യേശുദാസും ചിത്രയാക്കണം. ആ മാഷ് വന്നില്ല, പാട്ട് അതോടെ തീർന്നു. എന്നിട്ട് നമുക്ക് ആർക്കും അങ്ങനെ പെട്ടെന്നാവാൻ പറ്റത്തില്ലാത്തൊരു സാധനമാണ് ഈ പറയുന്ന പാട്ടെന്ന് പറയുന്ന കഴിവ്. സോ കൺഗ്രാറ്റുലേഷൻസ് വൺസ് അഗൈൻ ഫ്രം our side to those 5 people contestants of the Skip Melody Dreams. അപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ 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 ഹലോ, ആരാണ്? റോഷ്നി, അബുദാബിയിൽ. പാട്ടുകാരി റോഷ്നി അല്ലേ? ചിരി കേട്ടാ തന്നെ അറിയാം. നേരത്തെ സുനിത വിളിച്ച് പാടാൻ പറഞ്ഞു, ചുമയാന്ന് പറഞ്ഞു. അല്ലെങ്കിൽ ഈ പാടുന്നവർക്ക് അഹങ്കാരം കുറച്ച് കൂടുതലുണ്ടെന്ന് ഞാൻ ആഡ് ചെയ്യാൻ മറന്നുപോയി. പാടിക്കോളൂ സുനിത, അടുത്ത പ്രാവശ്യം ഇപ്പൊ പാടണം കേട്ടോ. അതുപോലെ റോഷ്നിനെ കൊണ്ട് നമ്മൾ പാടിക്കാൻ പോവാണ്. പാടിക്കോളൂ. എന്താ ചിരിക്കുന്നു ഒക്കെ, ഇത് നേരിട്ട് കാണുമ്പോ തരാന്നുള്ളതായിരിക്കും. കമോൺ കമോൺ. അല്ല, ആ ടർബോയിലെ ഡയലോഗ് പറയാം. എന്ത് വരുന്നു? അടിച്ചു മിന്നി വരാൻ, അടിച്ചു കയറി വരൂ. കമോൺ പാടൂ. ഞാൻ വേണമെങ്കിൽ നമ്മൾ ഈ ട്രെയിനിലൊക്കെ പരിപാടിയുടെ ആൾക്കാർ വരാറില്ല, അത് വേണമെങ്കിൽ മിമിക്രി കാണിക്കാം. നീ ഇപ്പൊ നമുക്ക് മോഡലിംഗ് കൂടെ കാണിക്കാൻ അതാണ് ഒരു റാമ്പിൽ വരാൻ പറഞ്ഞ നടക്കത്തില്ലല്ലോ, എന്ത് ചെയ്യാനോ. ഇപ്പൊ ഞങ്ങളെ വിളിക്കുന്ന റോഷിനി ആക്ച്വലി കൂടുതലും റാമ്പിലാണ് നിൽക്കാറ്. ഇപ്പൊ ഞങ്ങൾക്ക് ഇപ്പൊ ഇവിടെ പറയാൻ പറ്റുമോ റാമ്പിലൂടെ നടക്കും റോഷിനി എന്ന്? ഇപ്പൊ പറയാൻ പറ്റുന്ന ഒരൊറ്റ കാര്യമേ ഉള്ളൂ, പാട്ടോടെ പാടിക്കോ റോഷിനി. ഞങ്ങളുടെ ഫ്രണ്ട് ആണ് കേട്ടോ. റോഷിനി എപ്പോഴും പറയാം, എന്റെ ഈ സൗണ്ട് ഇത്രയും നാള് കേട്ടിട്ട് നിങ്ങൾക്ക് എന്നെ കൊണ്ട് പാട്ട് പഠിക്കാൻ തോന്നിയല്ലോ. നമ്മള് പാടും ആക്ച്വലി. ഞാൻ മിമിക്രി കാണിക്കാന്നാ പറഞ്ഞേ. എന്നാ പാടാ. ആരെയാ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത്? ആരൊന്നുമല്ല, ഞാൻ ഈ നമ്മൾ ഈ ട്രെയിനിലൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ചായയും വടയും എടുത്തോണ്ട് വന്നൊരു ചേട്ടനുണ്ടല്ലോ, അത് കാണിക്കാം. ചായ വട 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 ചായ വട 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 ചായ ചായ വട വട. റോഷിനി എപ്പോഴും ഹോസ്പിറ്റലിൽ പോകുന്നില്ലേ? നേഴ്സല്ലേ? എനിക്ക് 16-ാം തീയതി ആനുവൽ ലീവാ. അതിന്റെ ഇടയിലൊരു എന്തുണ്ടോ സൈഡ് ബിസിനസ് എന്തെങ്കിലും? 16-ാം തീയതി ഏതെങ്കിലും സിനിമ അഭിനയിക്കാൻ പോയതാണോ? അല്ലല്ല, അത് എനിക്ക് കിട്ടും. പക്ഷെ അന്ന് കിട്ടുമ്പം ഞാൻ ലീവ് എടുക്കും. പക്ഷെ ലീവ് എടുക്കുമ്പോ അവര് ഷൂട്ട് പോസ്റ്റ്പോൺ ചെയ്യും. അതാണ് ഈ സിനിമ മേഖലയുടെ ഒരു പ്രോബ്ലം. അതെ, ഇനി എന്റെ ഡേറ്റിനെ വെച്ചിട്ട് ഒരു സിനിമ ഇറക്കാൻ പറയും. റോഷിനിക്ക് സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ ഇതുവരെ? ഇല്ല, പക്ഷെ എനിക്ക് കുറെ കിട്ടി. അവര് പറഞ്ഞ ഡേറ്റിലൊന്നും പോകാൻ പറ്റില്ല. ഡേറ്റ് അങ്ങോട്ട് ക്ലാഷ് ആവുന്നു. സിനിമയിൽ അഭിനയിക്കാനുള്ള ആഗ്രഹം എന്ന് മുതൽ തുടങ്ങിയതാണ്? ഞാൻ പണ്ട് നാടകത്തിൽ അഭിനയിക്കുമായിരുന്നു. നാടകം, മോൺ ആക്ടിങ്, മിമിക്രി ഒക്കെ. ആരെവിടെ? അങ്ങനെയായിരുന്നു. ആരോടെ? പിന്നെ ഒരാഗ്രഹം അത്രേ ഉള്ളൂ. ലൈക്ക് ഈ അഡിക്റ്റഡ് എന്നല്ല, എന്നാൽ ഒരു അവസരം കിട്ടിയാൽ കൊള്ളാം. ഒരു ലൈഫിൽ വരാനുള്ള ഒരു എല്ലാവർക്കും ഉണ്ടാവുമല്ലോ ആഗ്രഹം. സുജിത്, ഞങ്ങള് 3 പേരും ഇതുപോലെ തന്നെ എന്താ പറയുന്ന ഈ ഇതൊക്കെ ഇഷ്ടമുള്ളവരായതുകൊണ്ട് നമുക്ക് സുജിതയോടൊന്ന് ചോദിച്ചു നോക്കാം. ഈ പറഞ്ഞ വലിയ അഡിക്ഷൻ ഒന്നുമില്ല. സിനിമയിൽ അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ? ഇല്ല. ഓക്കെ, എനിക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, മമ്മൂട്ടിയുടെ നായികയായിട്ട് മാത്രം. അപ്പൊ കിട്ടത്തില്ലല്ലോ. കിട്ടുകയാണെങ്കിൽ ആ വീട്ടിലെ വേലക്കാരിയായിട്ട് എന്നെ വിളിക്കണേ, എന്നെ നായികയാക്കാൻ. അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആയാലും കുഴപ്പമില്ല, എനിക്ക് നായികയാണ്. എനിക്ക് വേറെ വലിയ ഇതൊന്നുമില്ല, എനിക്ക് ഡയറക്റ്റ് അത് മതി. അത് കാരണം എന്നെ വിളിക്കത്തില്ല. ഡയറക്റ്റ് എൻട്രി എനിക്ക് ഇഷ്ടമുള്ളൂ. അത് ഞാൻ ആക്ച്വലി ഒരെണ്ണത്തിൽ അഭിനയിച്ചായിരുന്നല്ലോ, അത് നമിതയുടെ ഫ്രണ്ട് ആയിട്ടാണ്. എനിക്ക് തന്നെ കണ്ടിട്ട് മനസ്സിലാവുന്നില്ല. ഞാൻ കണ്ടിരുന്നു, എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞാൻ സിനിമയാണല്ലോ എന്ന്. അതെ, ഞാൻ എവിടെ അത് പോസ്റ്റ് ചെയ്തിട്ടില്ല. എനിക്ക് എന്റെ അതെ ഡബിങ് കൊടുത്തിരിക്കുന്ന വേറെ ആരാണ്ടാന്നേ.
അപ്പൊ നമുക്ക് നമ്മളെ കാണുമ്പോ നമ്മുടെ ശബ്ദം അല്ലാതെ വരുമ്പോഴേ എന്താണ് നീ ഇങ്ങനെ പറയുന്നതെന്നൊക്കെ എങ്ങനെ സൗണ്ടോ അയ്യോ നല്ല രസമാണ്. അപ്പൊ എന്തായാലും റോഷിനിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉള്ളത് എന്തായാലും നടക്കട്ടെ, അടുത്ത ആനുവൽ ലീവിനെങ്കിലും നടക്കട്ടെ. അല്ല, റോഷിനി എഫേർട്ട് ഇടുന്ന ഒരാളാണ്. എനിക്ക് റോഷിനെ ഞാൻ വളരെ കുറച്ച് നാളുകളൊക്കെ ഞങ്ങൾ അടുത്ത് മീറ്റ് ചെയ്തപ്പം ഇവിടെ അബുദാബിയിൽ നിന്ന് അലൈനിലായാലും ദുബായിലായാലും ഷാർജയിലായാലും എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഓടി എത്തുന്നതായിരിക്കും. ഞാൻ അത്രയൊന്നും എഫേർട്ട് ഇടുന്ന ഒരാളല്ല ശരിക്കും. അജ്മാൻ വരെയൊക്കെ എനിക്ക് എവിടെ കണ്ടിട്ടുണ്ട്. ഈ എനിക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം അതിൽ ഇപ്പൊ ചിലവർക്ക് വേർഡ്സ് കൊടുക്കുകയാണെങ്കിൽ കമ്മിറ്റഡ് ആകണം, അതിനുവേണ്ടി ഞാൻ ഏത് ലെവലും പോകുന്ന ഒരു വ്യക്തിയാണ്. സത്യം എഗ്രി ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. ആ ഒരു കമ്മിറ്റ്മെന്റ് ആണ് നമുക്ക് എപ്പോഴും വേണ്ടത്. ഞാനൊക്കെ കുറച്ച് എന്റെ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ ചിലപ്പം ആ ഒരു ലെവലിലേക്ക് ഞാൻ എത്താറില്ല. പക്ഷെ അത് മേ ബി നമ്മളുടെ ഓരോ ലൈഫിന്റെ ഓരോ താല്പര്യങ്ങൾ അനുസരിച്ചിരിക്കും. ബട്ട് ഐ റിയലി അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് കേട്ടോ റോഷിനി. താങ്ക് യു. ഞാൻ പോട്ടെ. അല്ലല്ല, ക്വസ്റ്റ്യൻ ചോദിക്കണം. നീ ഉത്തരം പറയുന്നുണ്ടോ ചെക്ക് ചെയ്ത് നമ്മൾ ഫ്രണ്ട്സിനും കഴിച്ചു കൊടുക്കാൻ. പിന്നല്ല, എന്നിട്ട് പറയാം റോഷിനി ഒരു ആൻസർ പോലും പറഞ്ഞിട്ടില്ല. എടാ, നല്ല സമ്മാനങ്ങളൊക്കെ ഉണ്ട്. നീ ദുബായിക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ ഈ വരുന്ന ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ ഇറങ്ങും. കാലിക്കറ്റ് ജംഗ്ഷനിൽ അടിപൊളി ബിരിയാണി ഫെസ്റ്റ് ഉണ്ട്. ഫാമിലി ആയിട്ട് ഇറങ്ങും. ഒരു ബിരിയാണിക്ക് 9.50 AD ആണ് അവർ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മള് ഇന്ന് ദുബായ് വിന്നേഴ്സിൽ നിന്ന് ഒരു ലക്കി വിന്നറിന് ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ ഒരു കപ്പിൾ ടിക്കറ്റ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അതേപോലെ തന്നെ വേറെ മുൻപ് ജയിച്ച ഇക്കോ ആ കൊച്ചിനൊക്കെ കിട്ടട്ടെ. ഞാൻ കത്തിയടിക്കാൻ വിളിക്കുന്ന അത് സാരമില്ല. അതല്ല, നമുക്ക് കാലിക്കറ്റ് ജംഗ്ഷനിൽ ഒരു 50 ദിറംസിന് ഗിഫ്റ്റ് വൗച്ചറും ഉണ്ട്. അതിൽ പോയി നല്ല അടിപൊളി ഫുഡ് കഴിച്ചൂടെ? ബിരിയാണി ഫെസ്റ്റ് അല്ലാതെ തന്നെ കാലിക്കറ്റ് ജംഗ്ഷൻ ഒരു ഫുഡ് വൗച്ചറും തരുന്നുണ്ട്. അത്രേ ഉള്ളൂ. എന്തായാലും ഇതിന് ഇങ്ങോട്ട് പോരെ ദുബായിക്ക്, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാം. എന്താണ് എന്തോ ചോദിച്ചതിന്റെ ഇടയ്ക്ക്? ഞാനിത് പരീക്ഷയ്ക്ക് കോപ്പി അടിക്കുന്ന പോലെ ഇത് കോപ്പി അടിക്കാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ സപ്ലൈ എഴുതാം, നാളെ ഒന്നുകൂടെ വിളിച്ചു. അപ്പൊ സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. സ്റ്റാർട്ട്. ഇത് മറ്റേ ഇക്കയ്ക്ക് കാണാഞ്ഞ പോലെ എന്റെ വണ്ടി ഇവിടെ കറങ്ങുന്നില്ല. ഈ വണ്ടി ഇപ്പൊ എന്തോ സ്റ്റോപ്പ് പറഞ്ഞോ. എനിക്ക് കാണുന്നില്ല കറങ്ങിയതായിട്ട്. ബട്ട് എനിവേ സ്റ്റോപ്പ്. എന്തായാലും എവിടെ സ്റ്റോപ്പ് ആക്കിക്കോ. ഏതിലാണ്? മ്യൂസിക്, സ്പോർട്സ് ആണേ. ഇപ്പോഴാണ് കറങ്ങി തുടങ്ങിയത്. പരിജ്ഞാനം റോഷിനിയിൽ എങ്ങനെയുണ്ടെന്ന് ക്വസ്റ്റ്യൻ വരികയാണ്. മാത്രമല്ല, മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുർഷിദാബാദ്, രാംചന്ദ്പൂർ, ഹീരാനഗർ. അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത് എവിടെ? മുർഷിദാബാദ് ആണോ, രാംചന്ദ്പൂർ ആണോ, ഹീരാനഗർ ആണോ? അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ സ്പോർട്സ് കോംപ്ലക്സ്. പെട്ടെന്ന് പറഞ്ഞോട്ടെ ഏതെങ്കിലും ഒരു ആൻസർ. നോക്കട്ടെ. മോൻ എന്തോ പറയാൻ വരുന്നുണ്ട്. പിടിക്കില്ലേ? അരുൺ ജെയ്റ്റ്ലി മെമ്മോറിയൽ. ഇത് മറ്റേ പരീക്ഷയ്ക്ക് എഴുതി പഠിക്കാണ് കേട്ടോ. അതെ, പെട്ടെന്ന് പറഞ്ഞേ, ടൈം ഉണ്ട് ഇവിടെ. ടൈം കാണിക്കും കേട്ടോ, ഉത്തരം കാണിക്കും കേട്ടോ. പെട്ടെന്ന് പറ, ഏതെങ്കിലും ഒന്ന് പറ, ചിലപ്പോ കറക്റ്റ് ആയല്ലോ. ഹീരാനഗർ. ഇരിക്കട്ടെ, ഹീരാനഗർ. ഓക്കെ, കറക്റ്റ് ആൻസർ. കറക്റ്റ് ആൻസർ. ടൈമിംഗ് കറക്റ്റ് ഇതിലാ പറഞ്ഞത്. അടുത്ത പ്രാവശ്യം അവര് അത്രയും തരത്തില്ല കേട്ടോ. 20 സെക്കൻഡ്സ് ഉള്ളൂ, അതിനുള്ളിൽ പറയണേ. ഓക്കെ, അപ്പൊ വീണ്ടും സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. നെക്സ്റ്റ്. സ്റ്റാർട്ട്. അത് കറങ്ങുന്ന കാണുന്നില്ല, ബട്ട് ഞാൻ സ്റ്റോപ്പ്. അത് നോക്കണ്ട, there will be a slight delay. Okay, നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോ. സ്റ്റോപ്പ് പറഞ്ഞു. GK ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ GK എന്ന് ചോദിക്കുന്നു. ശ്രദ്ധിച്ചു കേട്ടോ, എന്നിട്ട് പെട്ടെന്ന് ആൻസർ പറയണേ. പറയാം. റൂർക്കല ഉരുക്ക് നിർമ്മാണശാല ഏത് രാജ്യത്തിന്റെ സഹകരണത്തോടെയാണ് നിർമ്മിച്ചത്? ജർമ്മനി, ബ്രിട്ടൻ, റഷ്യ. റൂർക്കല ഉരുക്ക് നിർമ്മാണശാല. 15 സെക്കൻഡ് ബാക്കിയുള്ളൂ, പെട്ടെന്ന് പറയണം. 10 സെക്കൻഡ് ബാക്കിയുള്ളൂ. 7, ബ്രിട്ടൻ. 6, ഓക്കെ, നോക്കാം. ബ്രിട്ടൻ. നമ്മൾ പണ്ട് എക്സാം ഒക്കെ എഴുതിയ പോലെ. ജർമ്മനി ആയിരുന്നു. കറക്റ്റ് ആൻസർ. ഓക്കെ,
ആക്ച്വലി അറിയത്തില്ലെങ്കിലും മനസ്സിൽ കൂടെ ഇങ്ങനെ പോവല്ലോ ശൂലം വിട്ട പോലെ. അത്ര സാരമില്ല, നമുക്കിനി സപ്ലൈ എഴുതാൻ മണ്ടേ വിളിക്കണം. ഞാൻ വിചാരിച്ചു അവര് വല്ല ഉരുക്ക് നിർമ്മാണശാല ഉണ്ടാക്കിയിട്ടാണോ നമ്മുടെ ഇവിടെ നിന്ന് വിട്ടേന്ന്. പറയാൻ പറ്റും, സത്യമായിട്ട് അതൊരു ഭയങ്കര തിങ്കിങ് ആയിരുന്നു കേട്ടോ. അതാണ് എനിക്ക് തോന്നുന്നത്, ഈ പേജ് ഇട്ടിട്ടൊക്കെ പോകുന്നോണ്ടായിരിക്കും പെട്ടെന്ന് അവിടെ നിന്നിട്ട് തിങ്ക് ചെയ്ത് ആൻസർ ചെയ്യുന്നുണ്ടല്ലോ. ഇതാണ് റോഷ്നി. അടിപൊളി. അപ്പൊ നമ്മളുടെ നല്ലൊരു ഫ്രണ്ട് ആണ് ഇപ്പൊ വിളിച്ചത്, റോഷ്നി. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പൊ നമ്മൾക്ക് 8:22 ആയി. സമയം പോകുന്ന അറിയത്തേയില്ല കേട്ടോ നമ്മൾ ഇങ്ങനെ സംസാരിച്ചോണ്ടിരുന്നു കഴിഞ്ഞാല്. അപ്പോ നമ്മളെ വിളിക്കേണ്ട നമ്പർ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ല, എന്നാലും എല്ലാവരും വിളിച്ചു. താങ്ക് യു സോ മച്ച്. 04238249 നിർത്തിയത് ഇടയ്ക്കെന്ന് പറയുന്നത് 04238249 അതിങ്ങനെ ഒരു ഫ്ലോയിൽ അങ്ങോട്ട് വരും. തീർച്ചയായിട്ടും. അപ്പൊ കുറെ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പൊ ഈദിനാണെങ്കിൽ ഈ ഇതിനുണ്ടല്ലോ, ഇതല്ലാതെ വേറെ കുറച്ച് ആക്ടിവിറ്റീസ് ഉണ്ട്. ഇപ്പൊ നമ്മൾക്ക് കുട്ടികൾക്കാണ് കൂടുതലും എന്റർടൈൻമെന്റ് വേണ്ടത്. അപ്പം എനിക്ക് തോന്നുന്നു റിവർലാൻഡിൽ ഒരുപാട് ആക്ടിവിറ്റീസ് അവർ പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതിൽ മെയിൻ ആയിട്ടുള്ളത് ജുറാസിക് ഷോ ഉണ്ട്. ജുറാസിക് ഷോ റിവർലാൻഡിന്റെ പുറത്ത് തന്നെ ആ ഒരു നൈറ്റിൽ 7:30 to 9:30 ആണ് അവർ സെറ്റ് ചെയ്തേക്കുന്നത്. ഇഷ്ടംപോലെ വെറൈറ്റി ജുറാസിക്സിനെ നമുക്ക് ഫ്രീ ആയിട്ട് കാണാൻ പറ്റും. ഡൈനോസേഴ്സ്, ജുറാസിക് വേൾഡ് ആണത്. അപ്പൊ അവിടെ പോയിട്ട് എന്തായാലും എക്സ്പ്ലോർ ചെയ്യാനുള്ളത്. പിന്നെ എനിക്ക് തോന്നുന്നു റിവർലാൻഡിന്റെ കൂടെ നമ്മുടെ ഇതൊക്കെ ഇല്ലേ, നമ്മുടെ ബോളിവുഡ് പാർക്ക് ഉണ്ട്. ഇതെല്ലാം അടുത്തടുത്താണ്. അതൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. ഞാൻ അതുവഴി സമ്മർ ആയിട്ട് കുറെ കാര്യങ്ങൾ ക്ലോസ് ആയിരുന്നു. നമ്മുടെ മറ്റേ ഫ്ലവർ ഉള്ള മിറാക്കിൾ ഗാർഡൻ ക്ലോസ് ആയിരിക്കും, ബിക്കോസ് അത്ര ഹീറ്റ് അല്ലേ, ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഇപ്പൊ ഈ ചൂടത്ത് പോകാൻ പറ്റുന്ന കാര്യങ്ങൾ നോക്കിയൊക്കെ ചെയ്യാം. ബിക്കോസ് വെതർ ഇപ്പൊ ഈ പനി വരുന്ന ഒരു സമയം ഉണ്ടല്ലോ, പനി മിക്കവർക്കും കോൾഡ് ആണ്. എല്ലാവർക്കും തന്നെ ടെമ്പറേച്ചർ പ്ലസ് സൈലന്റ് ഡെങ്കു, ഇങ്ങനെ കുറെ ഇതുണ്ട്, വെറൈറ്റീസ് ഉണ്ട്. ഇപ്പം വെറൈറ്റി ഓഫ് ഡിസീസസ് ഉണ്ട്. ടെമ്പറേച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഇത് കൂടുതലാണ്. അപ്പൊ എന്തായാലും വെയിലത്ത് പോകുമ്പോൾ കുറച്ച് നന്നായിട്ട് പ്രിക്കോഷൻ ഒക്കെ എടുത്ത് പോവുക. പിന്നെ ഇതുപോലെ കുറച്ച് എന്റർടൈൻമെന്റ്സ് എന്തായാലും വേണമല്ലോ. 4 ദിവസമൊക്കെ അടുപ്പിച്ച് ലീവ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഫുൾ ടൈം വീട്ടിൽ ഇരിക്കാൻ പറ്റില്ല. അപ്പൊ എന്തായാലും ഇടയ്ക്ക് ഇറങ്ങിയിട്ട് കുറച്ചൊരു എന്റർടൈൻമെന്റ്സിനൊക്കെ വേണ്ടി ഇൻഡോറും നോക്കുക. ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇൻഡോറും. അപ്പൊ നമുക്ക് ഹലോ ഹലോ ഗുഡ് ഈവനിങ്. ഹലോ ഹലോ ധാരാ. 2 ചങ്കുകൾക്കും എന്റെ നമസ്കാരം. അതാരാണ്? ഇതാരാണ്? ഈ ശ്രീമോൾ. ശ്രീമോൾ അക്കാഫിലെയാണോ? അതെ, ശ്രീമോൾ ചേച്ചി അല്ലേ? പറയാം. ശ്രീമോൾ ചേച്ചി എപ്പടി ഇருக்கு? എല്ലാം അടിപൊളിയല്ലേ? സുഖമായിരിക്കുന്നു, സുഖമായിട്ടിരിക്കുന്നു. പാട്ട് പാടുന്നു ശ്രീമോളെ. പിന്നല്ലാതെ മാറ്റിക്കൊണ്ടിരിക്കുമ്പോ നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കിട്ടി. അപ്പൊ പിന്നെ ഞങ്ങള് രണ്ടുപേരെയും കൂടെ ഒരുമിച്ചിടുമ്പോ ഒന്ന് ആലോചിച്ച് വെക്കേ, നന്നായിരിക്കുന്നുള്ളത്. ഞാൻ ഹീൽസ് ഇടിക്കാറില്ല അടുത്ത് നിൽക്കുമ്പോ. സിമിയാണെന്ന് അറിയുമ്പോഴേ എന്റെ മനസ്സിൽ ഇങ്ങനെ നോട്ട് ചെയ്ത് വെച്ചിരിക്കും, ഹീൽസ് ഇടരുത്. ഇതുവരെയൊക്കെ എങ്ങനെയാണെന്നറിയോ, ഇവര് അറിഞ്ഞുകൊണ്ട് ഇവര് ഹീൽസ് ഇട്ടുകൊണ്ട് വരും. ഞാൻ അവസാനം പച്ചക്ക് പറയാം, ദേവി ഇങ്ങനെ വരരുത്. ഓക്കെ ശ്രീമോളെ പാട്ട് പാടും. അയ്യോ എന്റെ ദൈവമേ, പിന്നെ പാടിയില്ലെങ്കിൽ പിന്നെ എന്താണ്? കാഫിലെ ആൾക്കാരെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ശ്രീമോൾ നമ്മുടെ കോളേജിലെ രോമാഞ്ച കഞ്ചുകം പാടും. ഇത് മാത്രമൊന്നല്ല, നല്ല തകർത്ത് ഡാൻസും കളിക്കും കേട്ടോ. അതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. പാടിക്കും. ദിവസമായിട്ട് സുഖമില്ലാണ്ടിരിക്കുകയായിരുന്നു. അതൊന്നും ഇല്ല ഇവിടെ. സുഖമില്ലായ്മ ഒന്നും ഇല്ല. ചേച്ചിയോട് ആകുമ്പോ തുറന്ന് പറയാൻ പറ്റുള്ളൂ. പാടിക്കോ, ഒന്ന് ശ്രമിക്കാം. ശ്രമിക്കും. നമ്മളെ ഇപ്പം റണ്ണിങ് ആയിട്ട് ഭയങ്കര എന്താ പറയാ പ്രശ്നങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ, മറ്റേ നിക്കറിട്ട് പാടിയെന്നും പറഞ്ഞിട്ട് ഒരു കഥകളി ഇത് കുറച്ചൊരു ഇതായിട്ട് പാടിയിരിക്കുന്നത്. ഞാൻ അറിയാത്ത നിക്കറോ അങ്ങനെ ഒരു പാട്ട് വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു പാട്ട് കണ്ടില്ല ഞാൻ. അതിന്റെ അത് ഞാൻ ഒന്നും പാടാം. ഓക്കെ, വിവാദത്തെ മാത്രമേ താല്പര്യമുള്ളൂ. അത്രേ ഉള്ളൂ. എടുക്കുന്നതെല്ലാം അങ്ങനെയാണ്. പലദിനമായി ഞാനും ബലഭദ്രനൂജ നിന്നെ നലമൊടു കാൺമതിന്നു കളിയല്ലേ രുചിക്കുന്നു കാല വിഷമം കൊണ്ടു കാമം സാധിച്ചതില്ലേ നീല നീരത വന്ന മൃദുല കമല രുചിര നയന
മൃഹരേ മൃദുല കമല രുചിരാനയന മൃഹരേ. അടിപൊളി. എനിക്ക് വയ്യ. Super. സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ. കൊറേ നാളെ ചേച്ചിയുടെ പാട്ട് കേട്ടിട്ട്. കൊറേ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് പണ്ട് നമ്മള് മറ്റേ കോമ്പറ്റീഷന് പോയപ്പോ നമ്മളെ കളരി പഠിപ്പിച്ചതാണ്. അടിപൊളി. അയ്യോ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നും എന്നോട് ചോദിക്കാണ്ട് എനിക്ക് യാതൊരു പറഞ്ഞാൽ മതി കേട്ടോ. അത് സാരല്ല, കറക്കി കുത്തിയല്ലേ. നമ്മൾ MCQ എന്ന് പറഞ്ഞ് എന്തിനാ വെച്ചേക്കുന്നേ? എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടിട്ടാ. അതൊരു വിവരമില്ല. ഞാൻ എന്താ പറയണത് എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ കണ്ടൊരു സന്തോഷത്തിൽ വിളിച്ചതാ. ഞങ്ങക്ക് ഒരുപാട് സന്തോഷം. അപ്പൊ ചേച്ചി നമുക്ക് എന്തായാലും ഗെയിമിലേക്ക് പോവാം. സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. ഇത് ഉത്തരല്ല, നേരത്തെ ആയിട്ട് വാട്സപ്പ് അയച്ചു തന്നോടി. ഇവരുണ്ടല്ലോ, ഇവര് ഭയങ്കര മെടുക്കരാ. പിന്നല്ല, ഞങ്ങൾക്ക് പോലും തരില്ല. ഞങ്ങളെ നല്ല വിശ്വാസ. സ്റ്റാർട്ട് സ്റ്റോപ്പ് പറഞ്ഞോ. ഓക്കെ, സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പ് പറഞ്ഞോ. കറങ്ങുന്നൊന്നും കാണുന്നില്ല. അല്ല, സ്റ്റാർട്ട് പറ ചേച്ചി, പറ. സ്റ്റാർട്ട്. ഓക്കെ, ഇനി സ്റ്റോപ്പും പറയണേ. ഓക്കെ, സ്റ്റോപ്പ്. സ്റ്റോപ്പ്. ഓക്കെ, ഈ ചിരിയാണ് ഹൈലൈറ്റ്. എവിടെ GK എന്നൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. എന്തിന്ന് വേണേലും ചോദിച്ചോ, ഞാൻ എല്ലാത്തിനും ഒരേപോലെ ആയിരിക്കുന്നു. ഓക്കെ, അപ്പൊ GK ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിക്കാൻ പോകണം ചേച്ചിയുടെ അടുത്ത്. മൂന്നൊക്കെ സുഖമായിട്ടിരിക്കുന്നില്ലേ? ഓക്കെ, അപ്പൊ ചോദിക്കുന്നു, കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം എവിടെയാണ്? അങ്കമാലി, മാനന്തവാടി, നിലമ്പൂർ. കേരള ബാംബു കോർപ്പറേഷന്റെ ആസ്ഥാനം മാനന്തവാടി ആയിരിക്കാം. മാനന്തവാടി ആയിരിക്കാം. ഓക്കെ, നമുക്ക് നോക്കാം കറക്റ്റ് ആണോ എന്നുള്ളത്. അങ്കമാലി ആയിരുന്നു. ബാംബു ഉള്ളത് കൂടുതൽ അങ്ങോട്ടേക്ക് പോയതാണ്. അതെ, പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞങ്ങളെ വിളിച്ചല്ലോ. ഞങ്ങളെ കണ്ട ഉടനെ ഇപ്പൊ നമ്മളുടെ ചില ഫ്രണ്ട്സ് ഒക്കെയാണ് ഇപ്പൊ ഇന്ന് നമ്മളെ വിളിച്ചിട്ടുണ്ട്. സോ വി ആർ സോ ഹാപ്പി ദാറ്റ് യു നോ എല്ലാരും നമ്മളെ അറ്റ്ലീസ്റ്റ് കാണുന്നു, ഓർത്ത് വിളിക്കുന്നുണ്ടല്ലോ. അത് തന്നെ ഭയങ്കര സന്തോഷം. ഇപ്പൊ ഒരുപാട് നാളുകൂടി സംസാരിക്കാൻ പറ്റിയില്ല, ഒരുപാട് സന്തോഷം. അപ്പൊ ചേച്ചി എന്തായാലും നമുക്ക് കാണാം ഒരു ദിവസം. ബിരിയാണി കഴിക്കാൻ പോകട്ടോ. അതെ, ഞങ്ങൾ കൊറേ പറഞ്ഞല്ലേ. ബിരിയാണി ഫസ്റ്റ് കാലിക്കറ്റ് ജംഗ്ഷൻ ഓൺ ദിസ് ഫ്രൈഡേ ആൻഡ് സാറ്റർഡേ മറക്കണ്ട. അപ്പൊ ഇന്ന് നമുക്ക് ഒരു വിന്നറേ ഉള്ളൂ അല്ലേ? ഋഷാൽ മാത്രമേ ഉള്ളൂ. അപ്പൊ ഋഷാലിന് എന്താണ് നമുക്ക് കൊടുക്കേണ്ടത്? ദുബായ് ക്രോക്കഡൈൽ പാർക്കിന്റെ കപ്പിൾ ടിക്കറ്റ് ആണ് ഋഷാലിക്ക്. അടിപൊളിയായിട്ട് ഈ ഒരു ഹോളിഡേസ് എൻജോയ് ചെയ്യുക. ക്രോക്കഡൈൽ പാർക്കിൽ ഫാമിലി ആയിട്ട് പോവാ. കുട്ടികൾക്കുള്ള ടിക്കറ്റ് മാത്രമേ എടുക്കേണ്ടി വരത്തുള്ളൂ. ബിക്കോസ് കപ്പിൾസ് നിങ്ങൾക്കുള്ള ടിക്കറ്റ് നമ്മൾ ഇവിടുന്ന് തരുന്നതായിരിക്കും. സോ അപ്പം എന്റെ ബർത്ത്ഡേയുടെ ട്രീറ്റ് ആണെന്ന് വിചാരിച്ചോളാം. അല്ല, അതൊന്നുമല്ല. അത് ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സിമി എന്തായാലും ഇവിടെ വരുന്നവർക്ക് എല്ലാം ട്രീറ്റ് ചെയ്യുന്നു. എനിവേ, ഒത്തിരി സന്തോഷം നിങ്ങളോടൊക്കെ സംസാരിക്കാൻ പറ്റി. ഇന്ന് ഞങ്ങളുടെ റോഷ്നി ആൻഡ് ശ്രീമോളി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈവൻ എല്ലാവരും നമ്മുടെ മാലിക് നമ്മുടെ സ്വന്തമാണ്. അതുപോലെ തന്നെ ഋഷാൽ ഇടയ്ക്കിടയ്ക്ക് വിളിക്കാറുണ്ട്. ഋഷാൽ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കുന്നുണ്ട്. സുനിത ആയാലും നമ്മള് പരിചയപ്പെട്ടു. സുനിത ഇസ് സിംഗർ. സോ അടുത്ത പ്രാവശ്യം വിളിക്കുമ്പോൾ നമ്മൾ നിങ്ങളെ സംസാരിക്കുമ്പോൾ വി ആർ കണക്ടിങ് ഈച്ച് അതർ. ഇറ്റ്സ് ഓൾ അബൌട്ട് ഹ്യൂമൻ കണക്ഷൻ ആൻഡ് ഹാപ്പിനെസ് കേട്ടോ. അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. ഒരുപാട് ഹാപ്പിയാണ് നിങ്ങൾ ഇങ്ങനെ വിളിക്കുന്നതും സംസാരിക്കുന്നതും എല്ലാം വെച്ചിട്ട്. അപ്പൊ എല്ലാവർക്കും ഒരു അഡ്വാൻസ് ഈദ് നമുക്ക് വിഷ് ചെയ്യാം. വിഷ് യു എ വെരി ഹാപ്പി ഈദ്. ഓക്കെ, അപ്പൊ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. ഇറ്റ്സ് ഗുഡ് നൈറ്റ് ഫ്രം സിമി. ദിസ് ഇസ് സുചിത. ബൈ ബൈ. ഗുഡ് നൈറ്റ്.